Good morning, everyone. Welcome to Adda247 Malayalam channel. This is Sebastian, and welcome to the Hindu editorial analysis of 18th October 2022. Namaskaram, good morning. 5 minutes നമ്മൾ ലേറ്റായി, ഞാൻ ലേറ്റായി, and I'm sorry for that, and I really appreciate your patience, your time, and your effort. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമുക്ക് താമസിപ്പിക്കേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. ഇന്നത്തെ എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നോക്കാം, അതുപോലെ വൊക്കാബുലറി ഒക്കെ നോക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വിടാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് എവർ മേക്സ് യു ഫീൽ ബാഡ്, ഡ്രോപ്പ് ഇറ്റ്. നമുക്ക് എന്തെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര സങ്കടപ്പെടുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്, അത് വിട്ട് കളയാം. വാട്ട് എവർ മേക്സ് യു ഫീൽ ഗുഡ്, കീപ്പ് ഇറ്റ്. നമ്മളെ ഭയങ്കര നമുക്ക് ഭയങ്കര നല്ല ഫീലിംഗ് തരുവാണ്, ഗുഡ് ഫീലിംഗ്, ഗുഡ് വേ നമ്മൾ ഫീൽ ചെയ്യുമെങ്കിൽ കീപ്പ് ഇറ്റ്, അത് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ കയ്യിൽ വെച്ചുള്ള ആവശ്യമുണ്ടാവും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രേ ഉള്ളൂ. ലൈഫ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമുക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിട്ട് കളയണം, ഡ്രോപ്പ് ഇറ്റ് കേട്ടോ. ആൻഡ് വാട്ട് എവർ മേക്സ് എസ് ഫീൽ ഗുഡ്, നല്ല രീതിയിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് ഇറ്റ്, അത് നമുക്ക് വെക്കണം, കയ്യിൽ വെക്കണം, കാരണം അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അത്രയും കാര്യം ലൈഫിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ലൈഫ് വിൽ ബിക്കം സോ ഈസി, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ ഈ ലൈഫ് എപ്പോഴും നമുക്ക് എന്താണോ എനിക്ക് മാത്രം ഇങ്ങനെയെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് എപ്പോഴും തോന്നും. സോ റിമെമ്പർ ദാറ്റ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലതാണ് നമുക്ക്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കണ്ടല്ലോ. കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? യെസ്, ഓൾ റൈറ്റ്, ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉഷാറാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതാണ്. ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. കൂടാതെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്വിസസ് അറ്റൻഡ് ചെയ്യാം. എക്സാം വൈസ് ക്വിസസും ഉണ്ട്, എടുക്കുക. അതുപോലെ ജോബ് അലേർട്സും നോട്ടിഫിക്കേഷൻസും ഒക്കെ ഒന്നും മിസ് ഔട്ട് ആവാതെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, യു ക്യാൻ ഓൾവേസ് അപ്രോച്ചസ് കേട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ Adda247 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. അതിപ്പോൾ UPSC പ്രിപ്പയർ ചെയ്താലും, KS പ്രിപ്പയർ ചെയ്താലും, നിങ്ങൾ SSC പ്രിപ്പയർ ചെയ്താലും, ബാങ്കിങ്ങോ ഇൻഷുറൻസോ കോർട്ട് എക്സാംസോ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏതാ കേരള PSC ഏത് എക്സാം ആണെങ്കിലും ഇവിടെ ഉണ്ട് ക്ലാസ്സുകൾ, ആൻഡ് എല്ലാ സെഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ നമസ്കാരം, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ എഡിറ്റോറിയൽ 18-ാം തീയതിയിൽ വന്നിരിക്കുന്ന എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നോക്കാം. വൊക്കാബുലറി നോക്കണം ഡീറ്റെയിൽ ആയിട്ട് അല്ലേ. അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കണം. റീഡിങ് എബിലിറ്റി, ദാറ്റ് ഈസ് മസ്റ്റ് അല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എബിലിറ്റി കൂട്ടിയെടുക്കണം. ആൻഡ് നമ്മുടെ ജനറൽ അവൻ എന്താ ഇവിടെ നടക്കണേ അറിയേണ്ടത് നമുക്ക്, അത് നമുക്ക് നോക്കാം. എല്ലാ എക്സാമിനും വേണ്ടിയിട്ടുള്ള സെഷനാണ്. അതുപോലെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, യുവർ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ റീഡിങ് എബിലിറ്റി, അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ വൊക്കാബുലറി കൂടുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ലെവൽ കൂടും. അതുപോലെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഫോമൽ റൈറ്റിംഗ് ഒരുപാട് പഠിക്കും. ഏതാണ് ഫോമൽ വേർഡ്സ്, ഏതാണ് ഫോമൽ യൂസേജ്, ഏതാണ് ഇൻഫോമൽ വേർഡ്, ഇൻഫോമൽ യൂസേജ് എന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കാനൊരു അവസരം ഇവിടെ കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. ഐ എം റിൻറ്റു. നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിൾ, ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകിട്ടത്തെ സെഷൻ 10:15 ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാത്രിയിലെ സെഷനോട് കഴിഞ്ഞ് കിടന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. രാത്രി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കിടന്നപ്പോൾ ഭയങ്കര താമസിച്ചു. എന്നിട്ട് ഇന്ന് രാവിലെ ഇങ്ങനെ എണീറ്റ് നോക്കി ആർട്ടിക്കിൾ നോക്കി ഭയങ്കര മൂഡ് ഓഫ് ലിവിങ് ഇരിക്കുക. പക്ഷേ എന്നാൽ ഇന്നലത്തെ ഒന്നും കിറക്കില്ല കേട്ടോ, ഉഷാറായിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് 2 ആർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസാണ്. ഏത് വായിക്കും എന്നൊരു കൺഫ്യൂഷനാണ്. അപ്പോഴാണ് നോക്കിയേ 2 ആർട്ടിക്കിൾസിൽ ഒരു ആർട്ടിക്കിൾ ഇസ് അബൌട്ട് ഇൻഫ്ലേഷൻ. അതേ ടൈറ്റിൽ, കഴിഞ്ഞ മാസം നമ്മൾ വായിച്ച അതേ ടൈറ്റിൽ, ട്രെഡ് കെയർഫുള്ളി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അല്ലേ. വോക്ക് കെയർഫുള്ളി അല്ലെ, ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചെടുക്കൂ എന്ന് പറഞ്ഞാൽ അബൌട്ട് ഇൻഫ്ലേഷൻ, ഇക്കോണമിയെ പറ്റി, ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. ബട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളിൻ്റെ ബാക്കി പത്രം, ഇൻഫ്ലേഷൻ കൂടുകയാണ്, അതിനെപ്പറ്റി പോളിസി മേക്കേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രൊവിഷൻ എടുത്തില്ലെങ്കിൽ പണിവാളും എന്ന രീതിയിൽ എല്ലാ മന്തിലും ഒരു 2 ആർട്ടിക്കിൾസ് ഉണ്ടാവും ഇൻഫ്ലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ. അതാണ് കാര്യം. ഓക്കെ. രണ്ടാമത്തെ ആർട്ടിക്കിൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നമ്മുടെ ഗോൺ ഗേൾ എന്ന് പറയുന്നൊരു മൂവി കണ്ടിട്ടുണ്ടോ? ആ ടൈറ്റിലൊക്കെ വെച്ച് ഗോൺ ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രൈംസ് കൂടുന്നുണ്ട് പെൺകുട്ടികൾക്കെതിരെ, ഗേൾസിനെതിരെ, ചെറിയ കുട്ടികൾ, വലിയ കുട്ടികൾ, അങ്ങനെയുള്ള ഗേൾസിനെതിരെ ഒരുപാട് ക്രൈംസ് കൂടുന്നുണ്ട്. അത് ഇനി നമുക്ക് അതിനെതിരെ 0 ടോളറൻസ് പോളിസി കീപ്പ് ചെയ്യണം അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലുള്ളവർ, ഇല്ലെങ്കിൽ പണിവാളും എന്ന രീതിയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് നീഡഡ് ടു ബി ഡിസ്കസ്ഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്തായാലും വായിക്കാം. കാരണം ക്രൈം റേറ്റ് കൂടുന്നു ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ക്രൈം റേറ്റ് കൂടുമെങ്കിൽ
ഉറപ്പിച്ചോ, ഇറ്റ്സ് നോട്ട് എ സേഫ് പ്ലേസ് ടു ലിവ്. അതാണല്ലോ കാര്യം. ഇന്ത്യ ഇസ് നോട്ട് എ സേഫ് പ്ലേസ് ടു ലിവ്. അത് തന്നെയാണ് കാര്യം. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് മൂവ്. നമുക്ക് ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വൊക്കാബുലറി, കൺഫ്യൂസിങ് വേർഡ്സ്, മറ്റു വേർഡ്സിലോട്ട് പോകാം. ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു നമ്മുടെ ആർട്ടിക്കിൾ ഇൻ ഡീറ്റെയിൽ, അതിലെ ടോൺ ഓഫ് ദി ആർട്ടിക്കിൾ ഒക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് സ്പോട്ട് ദ റിക്വസ്റ്റ് നോക്കാം. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നമുക്ക് റെഡി ആണല്ലോ എല്ലാവരും? നമുക്ക് വേഗം ആർട്ടിക്കിളിലോട്ട് പോകാം പീപ്പിൾ. യെസ്. അപ്പോൾ നോക്കാം. പ്ലേ ഔട്ട്. ഇന്നത്തെ ആദ്യത്തെ ഫ്രേസൽ വേർബ് ഇതാണ്, പ്ലേ ഔട്ട്. പ്ലേ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ടേക്ക് പ്ലേസ് ചെയ്യുക, അതേ മീനിങ്ങിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. പ്ലേ ഔട്ട് മീൻസ് ഡെവലപ്പ് ഇൻ എ പെർട്ടിക്കുലർ വേ, ഇങ്ങനെ ആയിത്തീരുക. ഓർ ഹാപ്പൻ, ടേക്ക് പ്ലേസ് എന്ന് പറയില്ലേ, ഒക്കർ എന്നൊരു അർത്ഥത്തിലാണ്. സോ ടേക്ക് പ്ലേസ്, ഇങ്ങനെ ഒരു കാര്യം നടന്നു. ഇറ്റ് പ്ലേഡ് ഔട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഓർത്താൽ മതി, ടേക്ക് പ്ലേസ് എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. പ്ലേ ഔട്ട്, ടേക്ക് പ്ലേസ്, ഹാപ്പൻ, ഡെവലപ്പ് ഇൻ എ പെർട്ടിക്കുലർ വേ എന്നൊക്കെ പറയുകയാണ് പ്ലേ ഔട്ട് എന്ന ഫ്രേസൽ വേർബ്. അടുത്തത് ടഗ് അറ്റ് ദ ഹാർട്ട് സ്ട്രിങ്സ്. ടഗ് അറ്റ് ദ ഹാർട്ട് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് സ്ട്രിങ്ങിൽ പിടിച്ച് ടഗ് ചെയ്യുക, വലിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? സ്റ്റിർ വൺസ് ഇമോഷൻസ്. ഇങ്ങനത്തെ ഉള്ള ക്രൈമിനെ പറ്റിയൊക്കെ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും വളരെ നമ്മുടെ ഇമോഷൻസിനെ അങ്ങോട്ട് അങ്ങ് സ്റ്റിർ ചെയ്ത് കളയുന്ന ഒരു തരത്തിലുള്ളൊരു ഹാപ്പനിങ്സ് ആണ്, സംഭവങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ എന്താ പറയുക, നരബലിയെ പറ്റി പറഞ്ഞപ്പോൾ അല്ലേ, ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നില്ലേ, അതുപോലെ ടഗ് അറ്റ് ഹാർട്ട് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിർ വൺസ് ഇമോഷൻ എന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ടേൺ ഡൗൺ. ടേൺ ഡൗൺ, ഐ turned down his offer. I turned down his offer. I rejected his offer. റിജക്റ്റ് ചെയ്യുക അല്ലേ? ഒരു ടേൺ ഡൗൺ ചെയ്യാൻ റിജക്റ്റ് ചെയ്യുക. പിന്നെ ടേൺ ഡൗൺ ചെയ്യുന്ന പറഞ്ഞാൽ വേറെ അർത്ഥം ഉണ്ടല്ലോ, റിഡ്യൂസ് ചെയ്യുക. രണ്ടർത്ഥം ഉണ്ടേ, റിജക്റ്റ് ചെയ്യാന്നുണ്ട്, റിഡ്യൂസ് ചെയ്യാന്നൊരർത്ഥവും ടേൺ ഡൗൺ ഉണ്ട്, ഓർത്ത് വെച്ചോണം. ഇവിടെ മഴ ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് തെളിച്ച് വെക്കുകൊണ്ട് അറിയത്തില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. തന്നിനാ ചിലപ്പോൾ മഴയായിരിക്കും, ചിലപ്പോൾ മഴയായിരിക്കില്ല, എല്ലാം കണ്ടറിയാം, അതാണ് അവസ്ഥ. അടുത്ത് നോക്കാം, റോൾ ഔട്ട് ചെയ്യാം. നമ്മൾ വാക്സിൻസിനെ പറ്റി പറഞ്ഞപ്പോഴേ നമ്മുടെ അല്ലേ, ഇന്ത്യ വാക്സിൻസ് റോൾ ഔട്ട് ചെയ്യുന്നതിനെ പറ്റി, ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി റോൾ ഔട്ട്. സോ റോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതാണ് റോൾ ഔട്ട് എന്ന ഫ്രേസൽ വേർബ്. പഠിച്ചിട്ടുള്ളതാണ്, കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. റോൾ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുമാണ്, ഓർത്ത് വെച്ചാൽ. റോൾ ഔട്ട് മീൻസ് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഇനി അടുത്തത് ഇൻ പ്ലേസ്. എന്താണ് ഇൻ പ്ലേസ്? ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടൊരു സ്ഥലത്ത് റെഡി, ഇറ്റ്സ് റെഡി, ഓർ ഇറ്റ്സ് സെറ്റപ്പ്, ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് എന്ന അർത്ഥത്തിലാണ്. ഇൻ പ്ലേസ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെഡി, സംതിങ് ഇസ് റെഡി, അല്ലെങ്കിൽ സെറ്റപ്പ് ആണ്, സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓർ അടുത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇൻ പ്ലേസ് എന്ന് പറയാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോവർബ് ആണ് കേട്ടോ, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഇറ്റ്സ് എ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മയില്ലേ ടൈറ്റാനിക്കിൻ്റെ സമയത്ത്, ടൈറ്റാനിക്കിൻ്റെ സമയത്തല്ല, ടൈറ്റാനിക് മൂവീൻ്റെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ഇറ്റ്സ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ടിപ്പ് മാത്രമേ കാണുന്നുള്ളൂ, നമ്മൾ ബാക്കി ഭാഗം വലിയൊരു ഐസ്ബർഗിനെ കാണുന്നില്ല, അതിൻ്റെ ഭാഗം കുഞ്ഞൊരു ഐസ് എന്നല്ലേ എന്ന രീതിയിൽ ക്യാപ്റ്റൻ കാണുന്നുള്ളൂ എന്ന് പറയില്ല, അതുപോലെയാണ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അ സ്മോൾ ആൻഡ് നോൺ പാർട്ട് ഓഫ് സംതിങ്. ചെറിയൊരു ഭാഗമാണ്, നമുക്ക് അറിയാവുന്ന ഒരു ഭാഗം, കുറച്ച് അറിയാവുന്ന ഭാഗം ഓഫ് എ ലാർജർ തിങ്, എ മച്ച് ലാർജർ ആൻഡ് അൺനോൺ തിങ്. നമ്മൾ അൺനോൺ ആയ ഏതെങ്കിലും എ സ്മോൾ നോൺ പാർട്ട് ഓഫ് സംതിങ്, മച്ച് ലാർജർ ആൻഡ് അൺനോൺ. നമുക്ക് അറിയില്ലാത്ത ഭയങ്കര ലാർജർ ആയിട്ടുള്ള ഒരു വലിയ പാർട്ടിൻ്റെ ഒരു ചെറിയ അംശത്തിനെയാണ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗും അറിഞ്ഞിരിക്കാം. ഓക്കെ, എ സ്മോൾ ആൻഡ് നോൺ പാർട്ട് ഓഫ് സംതിങ്, മച്ച് ലാർജർ ആൻഡ് അൺനോൺ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഔച്ച്, ദാറ്റ് വാസ് എ ടഗ് അറ്റ് ഹാർട്ട് സ്ട്രിങ്സ്. ഓക്കെ, ദാറ്റ് വാസ് എ ടഗ് അറ്റ് ദ ഹാർട്ട് സ്ട്രിങ്സ് അല്ല, ടഗ് അറ്റ് ഹാർട്ട് സ്ട്രിങ്സ് എന്ന് ടഗ് ചെയ്യുക, വേർബാട്ടോ, ടഗ് അവിടെ വേർബായിട്ട് ഉപയോഗിച്ചത് കേട്ടോ. ടഗ് ഓഫ് എ വാർ എന്നുള്ള രീതിയിൽ, വലിക്കുക എന്നുള്ള രീതിയിലല്ല, വലിക്കുക എന്ന വേർബിൽ രീതിയിലാട്ടോ ഷമാസെ പറയണേ, ഓർത്തോളം. ഓക്കെ, ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഹി rolled out a new project, that's great, I will roll out myself, I will launch myself, I will introduce. അയ്യോ, അവിടെ ആ അർത്ഥത്തിൽ കൊടുക്കല്ല അഞ്ചു, ഐ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ഒരു സർവീസോ, ഇങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. റോൾ ഔട്ട് ചെയ്യുന്ന ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിനെയാണ് പറയുന്നത്, അല്ലാതെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചോണേ. ഐ റോൾ ഔട്ട് മൈ പ്രോഡക്റ്റ്, ഐ റോൾ ഔട്ട് ദിസ് സർവീസ് എന്ന് പറഞ്ഞു കൊടുക്കാം. പേരൻസ് ടഗ് അറ്റ് മൈ ഹാർട്ട് സ്ട്രിങ്സ് വെൻ ഐ അബോട്ടഡ് ഫോർ ഗവൺമെൻറ് എക്സാം. അല്ലേ, എൻ്റെ റെജിനെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ കൺഫ്യൂഷൻ അടുപ്പിച്ചാണോ അല്ലേ? I can understand, of course. Celine, good morning. Indian politics is the tip of an iceberg. Yes, it is great. ആണ് അല്ലേ, നമുക്ക് കാണാൻ പാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും എന്തോ ഒരു കാണാൻ കിടക്കുന്നു അല്ലേ. ആരതി, ഗുഡ് മോർണിംഗ്. We must rather play out our country than imitating the West. Yes,
വി മസ്റ്റ് പ്ലേ ഔട്ട് എന്ന് പറയുമ്പോൾ വി മസ്റ്റ് ഡെവലപ്പ് എന്ന പെർട്ടിക്കുലർ വേ, ഇതല്ല ആ അർത്ഥമല്ല കേട്ടോ. ഡെവലപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു കാര്യം ഇങ്ങനെ സംഭവിക്കുക അല്ലേ, ഒരു കാര്യം ഇങ്ങനെ ആയിത്തീരുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ആയിത്തീരുക എന്നുള്ള രീതിയിൽ പറയരുത്. end out ഇങ്ങനെ പറഞ്ഞു. ഇന്ത്യ മസ്റ്റ് റാദർ പ്ലേ end out, പ്ലേ ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ഔട്ട്, പ്ലേ ഇറ്റ്സ് വർക്ക് ഔട്ട്, സംതിങ് ലൈക്ക് ദാറ്റ്, എന്തെങ്കിലും കേട്ടോ. നൗൺ കൊടുക്കണം, അവിടെ ഒബ്ജക്റ്റ് കൊടുക്കണം പ്ലേ എന്ന വേർബിന്. ഓക്കെ, അത് കൊടുക്കണേ അഭിലാഷേ. ഇൻ അഡീഷൻ ടു ഡിവാസ്റ്റേറ്റിംഗ് ജെൻഡർ ഇക്വാലിറ്റി, അട്രോസിറ്റീസ് ടുവേർഡ്സ് വിമൻ പ്ലേ ഔട്ട് അമംഗ് ദ entire economy. Yes, Danya, good morning. Nandisha, namaskaram. He turned on my proposal to roll out a new business. That's great. Everything is in place. Amrita, great. The company expects to roll out the new software in November. Great. Oh, Bumblebee ആണല്ലേ. ഓഹോ വെറുതെ അല്ലെന്ന്. She tugged my heartstring with that dance performance. That's great. We should turn on this project ASAP. Okay. Adda247 roll out the CHSL second batch. Yes. Adda247 സിംഗിൾ ഒരു കമ്പനിയുടെ പേരല്ല. അപ്പോൾ റോൾ ഔട്ട് അല്ല, റോൾസ് ഔട്ട് കൊടുക്കുക, അല്ലെങ്കിൽ റോൾഡ് ഔട്ട് കൊടുക്കുക. സുമ, ഓക്കെ, റോൾഡ് ഔട്ട് ഓർ റോൾസ് ഔട്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ. സയന്റിഫിക് അസിസ്റ്റന്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യോ? സൈറ്റ് ഹാങ് ആണ്. എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സൈറ്റ് ഹാങ് ആണെന്ന് കേട്ടു. കാര്യം SSCയുടെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത്തവണ. ശ്രദ്ധിച്ചോണേ, അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ഇത്തവണ SSCക്ക് ചാകരയാണ്. SSC മാത്രമല്ല, എല്ലാ നമ്മുടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഇത്തവണ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും. അതൊന്ന് നോട്ട്, ഓരോ നമ്മുടെ ഇതറിഞ്ഞിട്ടല്ലേ, നമുക്ക് അവിടുത്തെ അവസ്ഥ അറിഞ്ഞിട്ട് വേണം നമ്മൾ കളിക്കാനായിട്ട്. The committee turned down the proposal. All right. Stakeholders decided to roll out new app to track ductal plus. Great. We can see only the tip of iceberg in political parties. Yes. Ammu, good morning. The project turned down better than we expected it to be. Great. Evidence from the foray in the company is just a tip of the iceberg. Yes. ഇമോഷണലി ബ്ലാക്ക് ഫീലിംഗ്. എനിക്ക് ഫുഡ് തരുമ്പോൾ ഒക്കെ എന്നെ ദത്തെടുത്താന്ന് തോന്നല്ലേ. ഓക്കെ, എനിക്ക് മനസ്സിലാവിട. എൻ്റെ വീട്ടിൽ കിടന്ന് ചില സമയത്ത് മമ്മി ഇമോഷണൽ ഡ്രാമ കളിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എൻ്റെ ദൈവമേ, എൻ്റെ അടുത്തത് കളിക്കില്ല, പക്ഷെ എൻ്റെ അടുത്തത് ഏക്കില്ല കേട്ടോ, എൻ്റെ അടുത്തത് എറിക്കില്ല. അപ്പോൾ മമ്മി പറയും, ഓ ഇതിനൊരു ഉളുപ്പില്ല എന്ന് പറയും. ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാം. ദ യൂണിയൻ ഗവൺമെൻറ് റോൾഡ് ഔട്ട് എ ന്യൂ സ്കീം. ദാറ്റ്സ് ഗ്രേറ്റ്. Rolling out a new strategy made Rindu ma'am unique. Oh, Shama say, the dinner for today is in place. Great. Proposal is not quite in place. That's great. I will roll out for dinner. I'll roll out for dinner is not right. Roll out end roll out team. 4 varad. I'll roll out. I'll launch dinner. അങ്ങനെ പറയണം. I'll ലോഞ്ച് അല്ല, ഡിന്നർ എന്ന് പറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതന്നെ നമ്മൾ പറയാം, ലോഞ്ച് ചെയ്യുന്നതന്നെയാണ് കേട്ടോ. 5 പറയാം, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓഫീസർ ടേൺ ഡൗൺ ദ അപ്ലിക്കേഷൻ വിത്തൗട്ട് എനി ടഗ് അറ്റ് ദ ഹാർട്ട് സ്ട്രിങ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Police personnel need to follow up the available clues in order to play out this case. Okay. റജൻ, നിനക്ക് എന്താ പണി അല്ലേ? എന്താ റജൻ ഇതിൻ്റെ പണി എന്ന് അമ്മ ചോദിച്ചു കേട്ടോ. ഗവൺമെൻറ് റോൾഡ് ഔട്ട് ന്യൂ കറൻസീസ് a while back യൂസേജ് തെറ്റാണ്. a while ago എന്ന് കൊടുക്കാം കേട്ടോ. Okay. Sonal, good morning. Environmental pollution is only a tip of the iceberg. That's great. Latest details about human sacrifice is really tugged at my... is really tugged വേണം ആളവ് ഇങ്ങനെ കൊടുക്കാം. Latest details about human sacrifice really tugged at my heartstrings. Really tugged at my heartstrings. Okay. RBI rolled out new 5 rupee coins. Great. Okay. സൈബർ സെക്യൂരിറ്റി ഡെവലപ്പറാ കണ്ടോ? ആരാ റജിൻ? നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലും എന്താണ് പിടിയുണ്ടിടാന്ന് പറയാം. They're playing out that topic to present it in a new way. It's not what you see, dear. It's just the tip of the iceberg. Great. I don't want. ശരത്തെ I don't what. എവിടെ? I don't എന്ത്? I don't കഴിഞ്ഞിട്ട് don't എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. അപ്പോൾ മെയിൻ വെർബ് എവിടെ? ശരത്തിന് 2 ദിവസം കണ്ടില്ലല്ലോ, നിന്റെ സെൻറ്റൻസുകളൊന്നും ഞാൻ കണ്ടില്ലല്ലോ. I don't know അങ്ങനെയാണോ? I don't know what exactly the matter, why the government has been turning down my proposal since 2016. ഇതായിരിക്കും നീ ഉദ്ദേശിച്ചത് അല്ലേ? I don't know what is exactly the matter അല്ലേ? Or I don't know the reason why അങ്ങനെ എന്തെങ്കിലും സംഭവം മനസ്സിലായോ? ISRO rolled out the satellite to Mars. Great. Dinner for today is in place. That's great. The syllabus of the exam is tip of the iceberg. Okay. Pravi, good morning. He was turned out from the project. He turned out from the project. Turn out എന്താ അർത്ഥം?
develop in a particular way. അതിനെയാണ് ടേൺ ഔട്ട് ചെയ്യാന്ന് പറയാം. It turned out well. കേട്ടോ, ടേൺ ഡൗൺ ആയിരിക്കും ഐശ്വര്യ ഉദ്ദേശിച്ചത്. He was turned down from the project. He was rejected from the project. അതാണോ? Government rolls out new schemes for the violation against girls and women. Great. Yes. Abhinay, good morning. What we know in English grammar is like a tip of an iceberg. അതെ, പക്ഷെ നീ ഐസ്ബർഗ് അല്ല കേട്ടോ, ഐസ്ക്രീം ആയിട്ടേക്കണേ. ടിപ്പ് ഓഫ് ഐസ്ബർഗ് ഒന്നുകൂടെ പറയാമോ? എന്ന് പറയാലോ. ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം, വലിയൊരു സാധനം, അതിനെപ്പറ്റി നമുക്ക് അധികം അറിയത്തില്ല, അത് വലുതാണേ, അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രം. പിക്ചർ അബി ബാക്കി ഹെ ദോസ്ത്, ആ സാധനം മനസ്സിലായോ? ഇത് നീ എന്താ കണ്ടേ? നീ എന്നാ ഒന്നും കണ്ടില്ലേ, വരാൻ കിടക്കുന്നേ ഉള്ളൂ, ഇതിലേക്കാളും വലിയ കാര്യങ്ങൾ വരാൻ കിടക്കുന്നുള്ളൂ, ഇപ്പോൾ ഒരു ചെറിയ അംശം മാത്രം നീ കണ്ടിട്ടുള്ളൂ എന്ന് പറയില്ലേ, ആ സാധനമാണ് കേട്ടോ. ക്ഷമാസേ, ദാറ്റ്സ് ഇറ്റ്. അല്ലല്ല, മാം എന്ന് ഉദ്ദേശിച്ചാണ് റജിൻ പെട്ടത്. നീ രാവിലെ ഇട്ട് കൊടുത്ത് മെസ്സേജ് വേറെ ആൾക്കായി പോയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു റജിൻ, നീ കൊള്ളാം. വെൻ ഇറ്റ് വാസ് ടേൺ ഡൗൺ ഷീ ബോട്ട് എ ലോട്ട് ഓഫ് കടലമിഠായി ആൻഡ് എയ്റ്റ് അലോൺ. യാ, അതിന് പറയുന്നത് അറിയാമോ? പീനട്ട് ചിക്കി. കടലമിഠായിയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. അത് വേറെ ആരും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു കടലമിഠായി. എൻ്റെ ഈ ടേബിളിൽ എപ്പോഴും ഒരു കടലമിഠായി വെക്കുമായിരുന്നു ഞാൻ, ഒരു രസത്തിന് എപ്പോഴും. അതൊരു കാര്യം. അപ്പോൾ എന്താ പറഞ്ഞത്, കടലമിഠായി ഇതിൻ്റെ ഇംഗ്ലീഷാണ് പീനട്ട് ചിക്കി, ഓർത്തോണം കേട്ടോ അത്. രശ്മി, ഗുഡ് മോർണിംഗ്. ദ ഗവർണർ ടേൺ ഡൗൺ ദ പ്രൊപ്പോസൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. മൈ അറിയാതെ വന്നതല്ലേ, അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിവേസ്, what we have discovered in the universe is just the tip of the iceberg. Yes, exactly. The Amazon rainforest is a tip of the iceberg, facilitating a wide range of biodiversity and exists as an area of unambiguous mysteries. Great. Yes. Good morning, Akshay. I was stuck അല്ല, അവിടെ ഇത് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ചെയ്യപ്പെട്ടു എന്നാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. വാസ് കഴിഞ്ഞിട്ട് ടഗ് കൊടുക്കരുത്. I was tugged at the heartstrings of my examination. കേട്ടോ അഞ്ജു, I was tugged, ഞാൻ ടഗ് ചെയ്യപ്പെട്ടു, സിറി ചെയ്യപ്പെട്ടു, ഞാൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി എന്ന് പറയില്ല, ഞെട്ടിപ്പോയി, കുട്ടിമാമ ഞെട്ടിമാമ, അത് കേട്ടോ. I was tugged, ഓർത്തോണം കേട്ടോ. കാര്യം പാസീവ് വോയിസാണ് കൊടുക്കണേ, അതുകൊണ്ട്. ആൻഡ് മെറി, ഗുഡ് മോർണിംഗ്. യെസ്, മനസ്സിലായി, എന്താ ചെയ്യുക, പറയാം. The company rolled out its new project for achieving a new target and result was amazing. Great. Let's roll out our new project, shall we? That's great, Abhilash. Good morning, Abhinaya. ആരോടാ ഈ ഗുഡ് മോർണിംഗ് പിന്നെയും പറയുന്നത്? നിനക്ക് എന്നെ പറ്റിയെന്ന്, എന്തിനാ കണ്ണൂരിട്ടി കാണിക്കുന്നതെന്ന്, ബൈ മീൻസ് എൻ്റെ. ഓക്കെ, റോൾ ഔട്ട് ന്യൂ പ്രോഡക്റ്റ് ഇല്ല, അവിടെ ശ്രദ്ധിച്ചോണേ ആര്യ. The rolling out of new project is in place. അവിടെ ജെറണ്ടായിട്ട് ഉപയോഗിച്ചു. The rolling out of new project is in place. The government decided to turn down the prices on essential commodities in order to economically aid the weaker section of the society. That's great. ഗ്രൗണ്ട്നട്ട് ചോക്ലേറ്റോ? അതിന് അങ്ങനെയല്ല പറയുന്നത്. അയ്യോ എൻ്റെ പൊന്നടാവേ, നീ എന്നതാന്നാ പറഞ്ഞേ? നീ എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? That I never expect such word from you, the most belligerent officer of the hierarchyന്റെ സ്പെല്ലിംഗ് മാറിപ്പോയേ, of the state, not to roll out a political criminal in front of the court. Okay. The guest will be here in a minute. റോൾ ഔട്ട് നീ ഉദ്ദേശിച്ച് ഇൻട്രൊഡ്യൂസ് ഒരാളെ പരിചയപ്പെടുത്തുക അല്ല കേട്ടോ. ഇത് നമ്മൾ ഒരു സർവീസസോ പ്രൊഡക്റ്റോ റോൾ ഔട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണം. The guest will be here in a minute. Make sure everything is in place. That's great, Arun. ആണല്ലോ എഴുതി. എന്താണ് നമ്മളിങ്ങനെ അല്ലേ, നമ്മൾ എന്താണോ ഇങ്ങനെ എന്നായിരുന്നു നമ്മളിങ്ങനെ. Men's knowledge about girls is only a tip of iceberg. ആയിരിക്കും അല്ലേ. The gist of his seal is resulted in the rolling out of his new off-trick. That's great. I was turned out from the placement of job. That's great. He tugs at the heartstrings to turn down him from the place. That's great. He turned down her proposal which tugged her at the heartstrings. Great. She is in place for the event. Busy ആയിരുന്നോ ശരത്തെ? No problem. Glad to see you back. My backpack is in place to set out to Munnar. ആനന്ദേ, മൂന്നാർ പോകണോ? കൊള്ളാം. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്, അടുക്കും തോറും അകലം കൂടുന്ന മഹാസാഗരം. അത് തന്നെ അമലെ, അടുക്കും തോറും അകലം കൂടുന്ന സാധനം, അത് തന്നെ. എന്തൊക്കെ പറയാം നമുക്ക്. Today's palatable breakfast is in place. That's great. We can get up early for attending this session and turn down negative thoughts because this is a good community headed by our Rindu ma'am. കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സുഖം. എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഉറക്കത്തിലാണെങ്കിലും ഞാൻ ചാടി എണീക്കും. എഡിറ്റോറിയൽ എന്ന് പറയും. ഞായറാഴ്ച പോലും ഉറങ്ങാൻ പറ്റാറില്ല. എന്താ ചെയ്യാ? ചൂണ്ടയിട്ടോട്ടെ, നല്ല അരികത്തിൽ നിന്ന് ചൂണ്ടയിട്ടോ, കരക്കിരുന്ന് കുഴപ്പമില്ല. മുഹമ്മദ് ഷാഫീസ് criminal mind is in tip of the iceberg. Police need to find it. That's great. Apple emerges with a juvenile era of technological inflation in the world, rolling out iPhone 14 with unique specifications. എന്താ അല്ലേ? യെസ്, അപ്പോൾ മറക്കണ്ട, play out, tug at the heartstrings,
turn down, roll out, in place, tip of the iceberg. അപ്പം ലൈവിലുള്ള ആൾക്കാർ ഇന്ന് ഒരുപാട് പേര് ലൈവിലുണ്ട്, 70+ ലൈവ് വ്യൂവേഴ്സ് ഉണ്ട്. ആൻഡ് വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ് പീപ്പിൾ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. 17 പേരാണോ ലൈക്ക് ഇട്ടേക്കുന്നത്? ദാറ്റ്സ് സോ സാഡ്. 70+ ആൾക്കാർ ലൈവിലുണ്ടായിട്ട് 17 പേരുടെ ലൈക്ക്. സങ്കടമുണ്ട് ദാസ, സങ്കടം. മൂവിങ് ഓൺ, നമുക്ക് വൊക്കാബുലറിയിലോട്ട് പോകാം. അപ്പോൾ 17% നമ്മുടെ കോഴ്സിനെല്ലാം ഡിസ്കൗണ്ട് ഉള്ളതായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കോഡ് ഉപയോഗിക്കാം, എൻ്റെ കൂപ്പൺ കോഡ് Y314, Y314 കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ SSCയുടെ 2ാമത്തെ ബാച്ച് വി റോൾഡ് ഔട്ട്, നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന November 2nd. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ചെയ്യുക. 2240 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. ഇത് ഡിസ്കൗണ്ടിന് ശേഷമുള്ള എമൗണ്ട് ആണ് കേട്ടോ. നമുക്ക് പഠിച്ച് ഉഷാറായിട്ട് പോകാം. Tier 1 and Tier 2 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ FCI ഫുഡ് കോർപ്പറേഷൻ്റെ 2nd ബാച്ച് നമ്മൾ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും 28 ഒക്ടോബർ നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. 28-ാം തീയതി 1952 രൂപയാണ് കോഴ്സ് ഫീ. കോഡ് അറിയാലോ, Y314, Y314. അപ്പോൾ എല്ലാവരും ഒരു തംസപ്പ് കിട്ടി ഉഷാറായിക്കേ. റീസെൻ്റ്ലി ഐ ന്യൂ ദാറ്റ് SSC is a tip of the iceberg. ഇപ്പം എനിക്ക് മനസ്സിലായല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇംഗ്ലീഷ് പഠിക്കുന്ന മോഹമായി ഞാൻ എത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയില്ല. എൻ്റെ പൊന്നെ, ഇനിയിപ്പോൾ സിനിമയായിരിക്കും നമ്മുടെ ഡയലോഗുകൾ അല്ലേ. ബൈ accelerating ആരതി they turned down the number of forgeries at a great extent. That's great. റീസെൻ്റ്ലി വന്ന പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടേ വേണം. യെസ്, റജിൻ പറഞ്ഞ കറക്റ്റാണ്. റീസെൻ്റ്ലി എന്ന് പറയുമ്പോൾ ഐശ്വര്യ അതിനെ നമ്മൾക്കിപ്പം ഇൻഫോർമലായിട്ട് ഉപയോഗിച്ച് കുഴപ്പമില്ല. റീസെൻ്റ്ലി ഐ ന്യൂ ദാറ്റ് പറയാം. പക്ഷേ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, I have known that recently I have known that recently എന്ന് കൊടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. യെസ് ഉമ, മൂവിങ് ഓൺ പീപ്പിൾ, ലെറ്റ്സ് മൂവ് ടു ദി വേർഡ്സ്. ഹെയ്നസ് ക്രൈം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ ഹെയ്നസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ. നമ്മളിപ്പോൾ നരബലിയെ പറ്റി കേട്ടപ്പോൾ ഇറ്റ്സ് എ ഹെയ്നസ് ക്രൈം അല്ലേ എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. ഹെയ്നസ് എന്ന് പറഞ്ഞാൽ ഓഡിയസ്, വിക്കഡ്, ഈവിൾ, അട്രോഷ്യസ്, ഓഫുൾ. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവം, വളരെ ക്രൂരമായ ഒരു കാര്യമാണെങ്കിൽ യു ക്യാൻ സേ ഹെയ്നസ് എന്ന് പറയാം അല്ലെ. ഹെയ്നസ് പീപ്പിൾ എന്നൊക്കെ പറയും. എന്ത് ദ്രോഹികളല്ലേ എന്നൊക്കെ നമ്മൾ പറയാം. എന്ത് ദ്രോഹം ചെയ്യുന്ന ആൾക്കാരാ, എന്താ പറയുക, നമ്മൾ പറയില്ലേ വളരെ ക്രൂക്കഡ് മൈൻഡുള്ള, വളരെ ക്രൂരമായ മനസ്സുള്ള ആൾക്കാരെ പറയും ഹെയ്നസ് പീപ്പിൾ. ഇറ്റ്സ് കൂടിയാണ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. സോ ഹെയ്നസ് എന്ന വാക്ക് ഓർത്ത് വെച്ചില്ല. അടുത്ത് ഡീക്യാപിറ്റേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഡീക്യാപിറ്റേറ്റിന് വേറൊരു വാക്ക് കൊടുക്കരുത് കേട്ടോ. ഡീക്യാപിറ്റേറ്റ് എന്ന വാക്കിൻ്റെ പക്ക വാക്ക് എന്താ ചോദിച്ചാൽ ബിഹെഡ് ചെയ്യുക, തല വെട്ടിക്കളയില്ലേ നമ്മൾ, അതിനെയാണ് ക്യാപിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. വേറെ ഒരു വാക്കും എക്സിക്യൂട്ടും ഡിക്കൊളേറ്റ് ബിഹെഡ് തന്നെയാണ്. പക്ഷേ തലവെട്ടിക്കള, കട്ട് ഓഫ് യുവർ ഹെഡ്, ബിഹെഡ് ചെയ്യുക. അത് ആ സാധനം നമുക്ക് കട്ട് ഓഫ് യുവർ ഹെഡ് കേട്ടോ, കട്ട് ദ ഹെഡ് ഓഫ് എന്നാണ് കേട്ടോ സംഭവം. ബിഹെഡ് അല്ലെങ്കിൽ കട്ട് ദ ഹെഡ് ഓഫ് ഓർത്തോണം. കട്ട് ഹെഡ് ഓഫ് അങ്ങനെ കൊടുക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാം, പക്ഷെ അതൊരു എന്താ പറയുക സിനണിമാണ്, അത് വേണ്ട. ഡിക്യാപിറ്റേറ്റ് എന്ന് കട്ട് ഹെഡ് ഓഫ് അല്ലെങ്കിൽ ബിഹെഡ് എന്ന അർത്ഥത്തിലാണ്. ഡിക്കൊളേറ്റ് യൂസ് ചെയ്യുമായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കില്ല. ഇറ്റ്സ് ആൻ ആർക്കൈക് വേർഡ്. ഈയിടെയായിട്ട് ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ് ഡിക്കൊളേറ്റ്. ഡിക്യാപിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഒരു പെങ്കൊച്ചിനെ ഒരുത്തൻ തല അറുത്തു കൊന്നു. അതെന്തുകൊണ്ട്? പ്രേമ അഭ്യർത്ഥന നിരസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്തല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. എന്തുകൊണ്ടാണ് വി ആർ നോട്ട് മാച്ചുർ എനഫ്. നമ്മളൊരാളെ റിജക്റ്റ് ചെയ്താൽ ആ റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് റെഡിയല്ല. എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യുന്നത്? ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാം ഇല്ലേ. നമുക്കിപ്പോൾ ഒരു ഭക്ഷണം നമുക്ക് കടയിൽ പോയി മേടിച്ചു അല്ലേ, കടയിൽ പോയി മേടിക്കാൻ പോയി ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം, എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു, ഇത് മേടിച്ചോ. അപ്പോൾ ഞാൻ വേണ്ട അച്ഛാ, എനിക്കിത് ഇഷ്ടമല്ല. ഐ ഹാവ് ടു റിജക്റ്റ് ഇറ്റ് അല്ലേ. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ വേണ്ടെന്ന് പറയും. ഒരു ഫുഡ് പോലും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരാളെ വ്യക്തിയെ നമുക്കല്ലേ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമാന്ന് പറഞ്ഞ് കൂടെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ? I don't know. Anyways, moving to next one, overture. Overture എന്ന് പറഞ്ഞാൽ prelude, introduction, herald എന്നൊക്കെ പറയാം. overture എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്ലേയുടെ മുമ്പിൽ അല്ലെങ്കിൽ എന്തൊരു സ്റ്റേജ് പെർഫോമൻസിൽ, നമ്മളൊരു പെർഫോമൻസിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കില്ലേ, ഈ കഥാപാത്രം ഈ കഥയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിനെയാണ് പ്രിലൂഡ് എന്ന് പറയുന്നത്. ഓർത്താൽ മതി, ആമുഖം എന്നുള്ള അർത്ഥത്തിൽ ഓർത്താൽ മതി. പ്രിലൂഡ്, ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ സൈൻ, ഇറ്റ്സ് എ സിഗ്നൽ, ഹെറാൾഡ്, ഇറ്റ്സ് എൻ ഇൻഡിക്കേഷൻ എന്നുള്ള അർത്ഥത്തിലും ഓർത്ത് വെച്ചോളാം. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ. ഓർത്തോണം, ഹെറാൾഡിന് മാർക്കർ, സിഗ്നൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നൗൺ ആണേ. അടുത്ത ചെക്കേർഡ്. ചെക്കേർഡ് അഡ്ജക്റ്റീവ് ആണ്. ഒരുപാട് ഫിനാൻസ് ആർട്ടിക്കിളിലും അല്ലാതെ ആർട്ടിക്കിളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചെക്കേർഡ് മീൻസ് വേരീഡ്, മൾട്ടി കളേർഡ്, മിക്സ്ഡ്, ഇവൻഫുൾ എന്നൊക്കെ പറയും. സോ ചെക്ഡ് എന്ന് പറയാം, വേരിഡ് എന്ന് പറയാം, മൾട്ടി കളേർഡ് എന്ന് പറയാം. അങ്ങനെയൊക്കെ പല പല അർത്ഥങ്ങളുണ്ട് കേട്ടോ ചെക്കേർഡ് എന്ന വാക്ക്. മൾട്ടി കളേർഡ് ഒക്കെ ഉണ്ട്. സോ അടുത്തത് മൈൽ സ്റ്റോൺ. കേട്ട് പരിചയം ഉണ്ടായിരിക്കില്ല. ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാൻഡ് മാർക്ക്, ടേണിംഗ് പോയിന്റ്, ഡെവലപ്മെന്റ്, ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയാം മൈൽ സ്റ്റോൺ എന്ന വാക്കിന്. വളരെ കോമൺ ആയ എക്സ്പ്രഷനാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. യു നോ ഇറ്റ് അല്ലേ പീപ്പിൾ. സോ ദാറ്റ്സ് ഇറ്റ്. നോക്കിക്കേ,
Yes, let me see. Tense ഒക്കെ കാര്യം ബട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഇത് കയ്യിൽ നിന്ന് പോകും. അതങ്ങനെയാണ് ടെൻസ്. പക്ഷേ യു ഹാവ് ടു ബി കോൺസെൻട്രേറ്റ്, എന്താ പറയുക, യു ഹാവ് ടു ബി കോൺഷ്യസ് വൈൽ യു യൂസ് ടെൻസ്. അത് ഇച്ചിരി പ്രശ്നമാണ്. ഒരാളെ തെറ്റിച്ചപ്പോൾ ഒരു മനസ്സുഖം. എൻ്റെ റെജിനെ ദ ആഡ് സേസ് ദ കസ്റ്റമർ, സേസ് വരില്ലല്ലോ അനുപേ, ആഡ്സ് പ്ലൂറലല്ലേ, അപ്പോൾ ആഡ്സ് സേ the customer care executives are in place to attend our calls, but when we call them they says the customer care executives are busy now. സ്ഥിരമല്ലേ, ഞങ്ങളുടെ കസ്റ്റമർ കെയറിന് കൊടുക്കാമെന്ന് പറയും അല്ലേ. You are in queue എന്ന് പറയും. The news I heard yesterday was really staggering. It tugged at the heartstrings. Great. Yes, we are playing out our structure of tenses day by day, and the amazing result is visible to all. That's great. Many political partisans are adding fuel to the fire of an abysmal situation by tug at the war. By tugging at the war. Tugging at the heartstrings. By stirring the emotions. അതല്ല നീ ഉദ്ദേശിച്ച വിനു. ബൈ കഴിഞ്ഞിട്ട് ടഗ് കൊടുക്കല്ലേടാ. ബൈ കഴിഞ്ഞിട്ട് വേർബ് ആകുമ്പോൾ അതിന് ജെറൻ ഫോർമുലേഷൻ കൊടുക്കട്ടോ വിനു. By tugging at the heartstrings. Hitler's heinous crimes will never be forgotten. Yes. If a juvenile committed a heinous offense, it will be tried by the children's court. Yes. Sex ratio 1083. Yes. Many people were decapitated during the British reign. Yes. ചെടിയുടെ ഇല്ല, നമ്മൾ ഡിക്കാപ്പിറ്റേറ്റ് എന്ന് പറയില്ല ശരിക്കും. ഡിക്കാപ്പിറ്റേറ്റ് തല ഇറക്കുക എന്നുള്ള അർത്ഥത്തില്ല. ചെടിയുടെ ടിപ്പുകളെന്ന് പറയില്ല കേട്ടോ. ഒരാൾ പോയി ബാക്കി 82 ആൾക്കാരില്ലേ. ഓ എടാ പൊന്ന് മോനെ, നീ പറഞ്ഞ പോസിറ്റീവ് സെൻസ് ആണോ നെഗറ്റീവ് സെൻസ് ആണോ മനസ്സിലാവില്ല. ലൈവിലുള്ളവരൊക്കെ തെറ്റിദ്ധരിക്കും കേട്ടോ. യെസ് പീപ്പിൾ, നമുക്കിന്ന് ഭയങ്കര ലൈവ് വ്യൂവേഴ്സ് ആണല്ലോ. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരുപാട് പേര് ഇപ്പോൾ ലൈവിൽ വന്നു. ഐ എം സോ ഗ്ലാഡ് ടു സീ ദാറ്റ്. അപ്പോൾ 84 മെമ്പേഴ്സ് ഉണ്ട്. സോ റിമെമ്പർ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. നമുക്ക് സെൻറ്റൻസിലോട്ട് പോകാം. ഓക്കെ. Yes. Dr. Hannibal Lecter was a serial killer who had a heinous practice of eating the parts of his victims. ഇപ്പം നടന്നില്ലേ അതൊക്കെ? എന്തിനാ അതൊന്നും വേണ്ട നമുക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ട്. വിക്ടിംസിൻ്റെ പാട്ട് തിന്നുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. After having done the heinous crime, she was to left the spot. She was to have left. Okay, she was to left the spot with immediate effect. All right. Heinous characters in movies are always killed or defeated by hero. അതാണല്ലോ നമുക്ക് ഇഷ്ടം അല്ലേ. The tourists Warsaw, Syrian tourists were captured and decapitated by the terrorists. The tourists were plural കൊടുക്കണ്ടേ. Day by day, the evidence collection in black magic case revealed how heinous it was. Yes, heinous people decapitate the animals in the name of animal sacrifice. Human sacrifice നടക്കുന്നല്ല ശൈനി, അപ്പോഴാണ് animal sacrifice. His decapitated body was found floating in a canal. Yes, never let anyone disable the heinous modern new. Alfred James, great. We must bring up new rules to decapitate such heinous humans. അയ്യോ ഒരു തലവെട്ട് നമ്മുടെ ബാഹുബലി വരുന്ന പരിപാടി പറയല്ലേ. അഭിലാഷെ നീ അത് ഉദ്ദേശിച്ചെങ്കിലും നമുക്ക് ഒരാളുടെ തല വെട്ടണ്ട, അത് വേണ്ട. ഹവമോളെ ഗുഡ് മോർണിംഗ്, വെൽക്കം. SSC-CGL may be the milestone of my life. That's great. Maybe എന്ന് പറഞ്ഞാൽ സംശയിക്കല്ലേ, is gonna be your milestone. കേട്ടോ ദിദ്യ. Overture of Parshiraja movie was done by Mohanlal and Mammootty Mohanlal and Mammootty do the same for audience. Mammootty did the same. Past tense alle Anande. The officials should convict a rapist after being heinously punishing them to turn down the rape cases. All right. I have checkered dresses in my wardrobe. That's great. Multicolored alle. Those who opposed French Revolution were decapitated using a guillotine. Yes. Mob of Kannur was encouraged to fight against Portuguese after decapitated the Kunyali Malakkar during late 19th century. ഇവിടെ ഡ്യൂറിങ് കൊടുക്കണേ, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. ഡ്യൂറിങ് ലേറ്റ് 17th century. കേട്ടോ ശരത്തെ. People of Kerala want enough punishment for culprits behind the heinous crime. All right. Taj Mahal is a milestone in India. Yes, it is. I bought a checkered LED yesterday, but it is only shows white light. It is only a but it only shows white light. But it only shows. അവിടെ ഈസിൻ്റെ ആവശ്യമില്ല അനുപേ കേട്ടോ. ഈസിൻ്റെ ഒരിക്കലും ബി ഫോർമുലേഷൻ കൊടുക്കോ V5 കൊടുക്കില്ലല്ലോ കേട്ടോ. ബി ഫോർമുലേഷനോട് ഒരിക്കലും V1 V5 കൊടുക്കരുത്. അനുപേ ശ്രദ്ധിച്ചോണേ. V3 ആണെങ്കിൽ പാസീവ്, V4 ആണെങ്കിൽ continuous tense. Our judicial system must decapitate the capital punishment immediately in heinous crimes. That's great. Central government overtured. Overtured is not a verb. Verb alla ട്ടോ മാളവിക, അത് verb അല്ല. Introduced ആണോ? ഇല്ല. Introduced എന്ന് അവിടെ വരില്ല. കാര്യം overture introduction എന്ന noun ആണ്. You are the one and only good teacher, English teacher I got in my life. That's why your class are mentioned in my entire life. എൻ്റെ പ്രവി ഞാനങ്ങ് ഉത്തരത്തിൽ കയറും. There are lots of English teachers, ഒരുപാട് ഇംഗ്ലീഷ് ടീച്ചേഴ്സ്. അതിൽ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മതി. I tried.
I tried to improve. The event was a milestone in her life. That's great. That's great. People call the king highness, but his actions was heinous. Actions was anande, actions were. Keto. Actions are plural subject, plural verb. Keto. Remember, the overture of the article is quite amazing or surprising. Yes. An overture of fireworks preceded the event. That's great. I mean to avoid a potential chance of death. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ അണ്ടർസ്റ്റാൻഡ്. റജിനി ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയുക, പെട്ടെന്ന് അത് പറയുമ്പോൾ മീനിങ് എന്താണെന്ന് മറ്റുള്ളവർ എന്ത് സെൻസിൽ എടുക്കുമെന്ന് ഞാൻ ചോദിച്ചാൽ, ദ മൈൽ സ്റ്റോൺ ഓഫ് മൈ ഹോം ഇസ് എ ചർച്ച്. ഗ്രേറ്റ്. Fortune may be the milestone for my UPSC preparation. That's great. The decapitating involved in human sacrifice makes it a heinous crime. Great. Anju, good morning. By attending Rindu ma'am's editorial class, it be a milestone. By attending Rindu ma'am's editorial class, it will be a milestone to what my vocabulary and oust my fear in making sentences. It will be, or it became, and it becomes. British rulers decapitated many freedom fighters before the independence. That's great. I don't like to wear checkered dress. That's great. Rocky Bai gave an overture when he mentally prepared to kill the heinous Garuda, and it turned into a milestone in the book of Rocky's KGF. Recently, an old woman was decapitated in Tamil Nadu by the enemies as a retaliation, which was 3 decades old. Yeah. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പരിപാടി നടക്കാറുണ്ട്. ഈ പറഞ്ഞ വർഷങ്ങളോടുള്ള പകയൊക്കെ ഇല്ലേ, ജാതി പകയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവർ അവരുടെ തലമുറയ്ക്ക് കൊടുക്കും, അങ്ങനെ അങ്ങ് കൊല്ലും. എന്താ മനുഷ്യൻ്റെ അവസ്ഥയെ. ദാറ്റ്സ് ഇറ്റ്. ദ ഓഫീസർ കണ്ടിന്യൂസ്ലി ചെക്കേർഡ് എവ്രി വൺ ബിഫോർ ദ എക്സാമിനേഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. പറയും സൈൻ ഹെറാൾഡ് പറയും, സിനോണിം പറയും, സിഗ്നൽ സൈൻ ഒക്കെ പറയും. പറയാം. ഹാർബിഞ്ചർ പറയാം, സെയിം. ഇറ്റ് വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ഹിസ് ലൈഫ്. പിന്നെ പറയാട്ടോ. The launch of Lisa was a milestone moment in the life of Steve Jobs. Yes. Revealing heinous murder, the convict paved the way for a controversy. A Checkered Brilliance is a book written by Jairam Ramesh about V.K. Krishnamenon. I like the checkered one that I saw there. That's great. The checkered concoction of hard work and smart work leads to a virtue of success. Yes. Decapitating is a heinous act of punishing that still exists in many Arabian fiefdom. Yes. I loved checkered shirts of തല്ലുമാല. അത് ഒരുപാട് കളറല്ലേ, കളറോട് കളർ. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ മൈ റിയൽ മൈൽ സ്റ്റോൺ ആസ് എ ലൈക്ക് ദി ഹോൺബിൽ ഇസ് വെയിറ്റിംഗ് ഫോർ റെയിൻ വാട്ടർ. എന്താ മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ അല്ലേ. പ്രൊവീസ് റൈറ്റ്. ഐ ഹാഡ് സീൻ എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ്. എന്താ ചെയ്യുക റെജിനെ അല്ലേ, എൻ്റെ പിള്ളേരെ എനിക്ക് വയ്യ. യെസ്. Heinous crime should be dealt with seriously. Great. Judiciary must decapitate the culprits in POCSO cases. Yes. The overture might be slightly lengthy. Be patient. That's great. Yes, ma'am. ആണല്ലേ എൻ്റെ പിള്ളേരെ എന്നെങ്ങനെയാണ് സുന്ദര അല്ലേ വിളിക്കല്ലേന്ന്. One should consider each milestone of one's life as a stepping stone to success. Hurdles in maintaining gender equality is checkered with directly and indirectly. With directly alla. Checkered directly and indirectly incorporated dilemma. With directly and indirectly incorporated dilemma, which is complex to grapple with. Great, Uma. Checkered behavior is not good to stubborn person. All right. Nowadays, humans are having a heinous mind. എല്ലാവർക്കും ഇല്ലാട്ടോ കൃഷ്ണജ, നല്ല ആൾക്കാരുണ്ട്. There are lots of good people. നല്ല ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ലത് കണ്ട കീപ് ഇറ്റ്, ചീത്ത കണ്ട ഡ്രോപ്പ് ഇറ്റ് അല്ലേ. യെസ്. ഹി വാസ് ഡീകാപിറ്റേറ്റഡ് ബൈ ദ കൾപ്രിറ്റ്സ്. ചില ക്രൈംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താ മനുഷ്യരെല്ലാം പോക്ക അല്ല, നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട്. അപ്പം ബി പോസിറ്റീവ്, ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ വാട്ട് ഇസ് ലെഫ്റ്റ് ഓഫ് യു. ഓക്കെ. യെസ്. Believing best friend is like giving chance by yourself to decapitate him to cut your head. ശരി വിദ്യ. താങ്ക് യു സോ മച്ച് പീപ്പിൾ. MVD cited, നിങ്ങൾ എന്നും വരുന്ന എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് കേട്ടോ, വേറെ ഒന്നും എനിക്കില്ല. MVD cited കാരണം എഡിറ്റോറിയൽ കാണാൻ വേണ്ടി ഐ എം സോ ഹാപ്പി, എഡിറ്റോറിയൽ ചെയ്യാൻ ഐ എം സോ ഹാപ്പി. Cited the checkered colors in the tourist bus in the main cause of the road accident, which creates gap between the government and the bus owners. Yes, I want those checkered prints. That's great. Verstappen and Hamilton pulled out all stops in the last race, and it was Verstappen who took the checkered flag. Yes. നമ്മളത് വായിച്ചായിരുന്നു അല്ലേ. Overture of new pattern of study got a pattern of studies പഠനം അല്ലേ, പഠനമാണോ ഉദ്ദേശിക്കുന്നത്, സ്റ്റഡി ഓഫ് അതാണോ, സ്റ്റഡി ഗോട്ട് എ ലോട്ട് ഓഫ് അപ്രീസിയേഷൻ. രണ്ടും കറക്റ്റ്. ദ ലോഞ്ചിങ് ഓഫ് INS, വിഷ്ണു എനിക്ക് തോന്നുന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ലോഞ്ചിങ് ഓഫ് INS Vikrant is a milestone in the history of India. Yes. Nidhi, good morning after a long time. Welcome back. In the dream of children's heinous
is the most one. In the dream of children's alla. In the dream of children, comma, heinous ones, dreams heinous ones are the most one. Most are most എന്ന് കൊടുത്തത് അതാണ് കൂടുതൽ എന്ന് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. The perpetrator's confession becomes the major milestone of the heinous crime. Great. Overture given by the boss before the rollout of the new product was very impressive. That's great. ചെക്കേഡ് ആക്കിയല്ലേ? യാ, സ്പെല്ലിംഗ് മാറിപ്പോയി, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച സീലിൻ. ദാറ്റ്സ് ഗ്രേറ്റ്. ശാന്തിയ, ഗുഡ് മോർണിംഗ്. മൂവിങ് ഓൺ. ഡ്രെഡ്ഫുൾ. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇറ്റ് വാസ് ടെറിബിൾ. എന്ത് മോശമായിരുന്നു അത് അല്ലേ? നമ്മൾ ടെറിബിൾ എന്ന് പറയില്ലേ? സെയിം സാധനമാണ് ഡ്രെഡ്ഫുൾ. ഹൊറിബിൾ, ഷോക്കിംഗ്, ഔട്ട്റേജസ്, ദാറ്റ് ഇസ് ഡ്രെഡ്ഫുൾ. അടുത്ത് നോക്കി, വൂപ്പിംഗ്. എന്താ വൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ? വൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു അവസ്ഥയില്ലേ? ലാഷിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്ലോജിങ്, സ്കോജിങ്, അതാണ് വൂപ്പിംഗ്. വൂപ്പിംഗ് സക്സസ്. ഓ അടിപൊളി, വൂപ്പിംഗ് സക്സസ് ആയിരുന്നു നമ്മൾ പറയുമ്പോൾ തൂത്ത് വാരിയല്ലേ, എല്ലാത്തിനും തുടച്ച് മാറ്റി എന്ന് പറയില്ലേ? ദാറ്റ്സ് വൂപ്പിംഗ്. ലാഷിംഗ്, ഫ്ലോഗിങ്, സ്കോജിങ്. അടുത്ത ജങ്ചർ. എന്താ ജങ്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം? പോയിന്റ്, ടൈം, ജങ്ചർ, ജംഗ്ഷൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ. ഒരു പോയിന്റ്, കൃത്യമായിട്ട് ഇന്റർസെക്ഷൻ പോയിന്റ് ഒക്കെ പോലെ ആ പോയിന്റ്, ജംഗ്ഷൻ, ടൈം, അങ്ങനെയാണ് ജങ്ചർ എന്ന്. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ജങ്ചർ ഇൻ യുവർ ലൈഫ് എന്ന് പോലെ. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഇൻ യുവർ ലൈഫ് എന്ന്. അടുത്ത പെർട്ടിനൻറ്റ്. എന്താ പെർട്ടിനൻറ്റ്? റെലവെൻ്റ് ആണ്, അതായത് ഇമ്പോർട്ടൻ്റ് ആണ്, സംഭവം അപ്രോപ്രിയേറ്റ് ആണ്, ആപ്പോസിറ്റ് ആണ്. ഇറ്റ്സ് ആപ്പോസിറ്റ്, നോട്ട് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ആകുമ്പോൾ എതിര്, വിരുദ്ധം അല്ലേ? ഓപ്പോസിറ്റ് വിരുദ്ധം, ആപ്പോസിറ്റ് ആപ്റ്റ് ആണ് അല്ലേ? സൂട്ടബിൾ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്, ആപ്റ്റ് എന്നൊക്കെ പറയും. പെർട്ടിനൻ്റ് എന്ന് പറഞ്ഞാൽ സൂട്ടബിൾ, ആപ്പോസിറ്റ്, അപ്രോപ്രിയേറ്റ്, ആപ്റ്റ്, പ്രോപ്പർ എന്നൊക്കെ അർത്ഥം. അത് കൺവിക്ഷൻ നമുക്ക് കേട്ടു, ഇന്നലെ നമ്മൾ നോക്കി. സെൻറ്റൻസ്, ജഡ്ജ്മെൻറ്റ്. കൺവിക്ഷൻ്റെ കോൺവിക്റ്റ് എന്നൊരു അർത്ഥമുണ്ട്, കോൺവിക്റ്റ് ചെയ്യുക അല്ല, കൺവിക്റ്റ് ചെയ്യുക എന്ന വേർബുണ്ട്. ഒപ്പീനിയൻ, ബിലീഫ് എന്നൊരു അർത്ഥമുണ്ട്. അക്കോർഡിംഗ് ടു മൈ കൺവെൻഷൻ, എൻ്റെ ഒരു വീക്ഷണം അനുസരിച്ച് എന്നൊക്കെ നമ്മൾ പറയില്ല അത്. സോ കോൺവിക്റ്റ് എന്ന് പറയുന്ന പോലെ കൺവിക്റ്റ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ വേർബ് ഫോർമുലേഷൻ. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്യണം. ഇന്നലെ പറഞ്ഞിരുന്നു. എനിവേസ്, നോ പ്രോബ്ലം അല്ലേ? യെസ്. Okay, let me see. I'm totally confused with my overture on my maiden speech in the front, in the front alla, in front of the professors. In the front alle, sharathe, in front of the professors, to be or not to be. Nee are Hamlet to be or not to be alla enikku ishtapettu. Yes. Like it പിള്ളേരെ, അഭിലാഷ് പറയുന്നില്ലേ, ലൈക്ക് ഇട് പിള്ളേരെ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് അല്ലേ? ദ decapitation of the operation bounces back to the government. Yes. Modern art is checkered. Great. It was Sushmita Sen who overtured, overtured പറയല്ലേ, introduced കൊടുത്തു universe crown to India, universe crown, miss universe crown to India, അങ്ങനെ മിസ് അല്ലേ? അതിലൊരു പ്രശ്നമുണ്ട്. overtured അല്ല, overtured എന്ന് പറയുന്നത്, overture എന്ന് പറയുന്നത് noun formulation ആണ്. verb ആവണമെങ്കിൽ introduce തന്നെ കൊടുക്കുക കേട്ടോ. അഭിനയ, യാ, യെസ്. ചെറിയാനെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഞാനൊരു യാത്ര പോയിരുന്നു സൺഡേ. അപ്പോൾ ഞാനിങ്ങനെ പോയപ്പം എവിടെയോ ചെറിയാൻ സംതിങ് എഴുതി വെച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെറിയാൻ ഓർത്തപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മളെ ലൈവിൽ വന്നിങ്ങനെ ഹായ് പറയുന്ന ചെറിയൻ ഡാനിയലിനെ എനിക്ക് ഓർമ്മ വന്നപ്പം ഞാനത് ഓർത്ത് കേട്ടോ, ലിറ്ററലി ഞാൻ ഓർത്ത് കേട്ടോ. യെസ്. ഓക്കെ, ദ വെദർ ഇസ് ഡ്രെഡ്ഫുൾ, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. അഭിനയ, നീ ഒന്ന് റിഫ്രഷ് ചെയ്തേ. ഓക്കെ, യെസ്. ദർ വിൽ ബി juncture in our life where everything turns out to be a whooping success. That's great. ആണ്. It was a whooping success for the team. Overture of the first speech was great, even though overall what? Overall and the overall part was a disaster. Overall എന്ന് പറയുന്ന adjective ആണ് കേട്ടോ. അനുപേ, even though overall was എന്ന് പറയില്ല. Overall part was a disaster. Okay? This is a good juncture for the job seekers. Yes, it is. Fraught choice എന്ന് വെച്ചാൽ എന്താ? ഇന്ന് കണ്ടല്ലേ ഫ്രോഡ് ചോയ്സ്. ആൻഷ്യസ്, വറീഡ് എന്നർത്ഥം അല്ലേ? ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു ചോയ്സ്, അതാണ് ഫ്രോട്ട് എന്ന് പറഞ്ഞാൽ ആൻഷ്യസ് എന്നാണ് കേട്ടോ. The rod not taken by Robert Wayne. Rod not taken Robert Wayne അല്ല, Robert Frost ആണ്. Rod not taken by Robert Frost depicts juncture of two roads indirectly focusing on the dilemma in choosing one's path for acquiring success. Robert Frost മാറിപ്പോലെ. വോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തൂത്ത് വരുന്ന കേട്ടോ, സ്വീപ്പിംഗ്, അടിക്കിട്ടുന്ന രീതിയിൽ, ഫ്ലോഗിങ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. Akash EduSec was undertaken by Byju's for a whooping price of 3 billion. Yes. അതിന് മുമ്പ് അവർ ഇതൊക്കെ എടുത്തായിരുന്നു, വേറെ ഒരു ഗ്രേഡ് അപ്പ് ഒക്കെ. Whooping victory was considered milestone that many dream. Yes, that's great. Some of the human beings' heinous activities. Human beings in day. Shane, human beings in S കഴിഞ്ഞിട്ട് apostrophe ഇട്ടേ. Some of the human beings in day, heinous activities came out at a time of crucial situation. Yeah, it's a persistent. You're always welcome, Chiriyan. It's a pertinent decision to take at the juncture. That's great. It was a dreadful dream. The G.V. Raja Sports School whooped the trophies in athletic meet. The accident was dreadful and the driver dead at the spot. Okay. Policemen are also checkered.
while connecting to any accident. Yes, everyone is in Logorrhea after witnessing the dreadful field effort of the Virat Kohli at the right juncture. Yes, it is pertinent to practice well for clearing the SSC CHSL exam. Yes. It was dreadful day at the office. Okay, it's okay. Some days are bad, some days will be good. It's a whooping failure for Blasters. മറന്നുപോയി. ഇറ്റ്സ് ഓക്കെ ഉമല അല്ല ഉമ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെയൊക്കെ തെറ്റും, അതൊന്നും പ്രശ്നമില്ല. ആൾക്കാരുടെ പേരല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. വൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന എന്നൊരർത്ഥത്തിൽ, മനസ്സിലായോ? ഓക്കെ, അടി കിട്ടുന്ന എന്നൊരർത്ഥത്തിൽ ഒന്ന് ഓർത്താൽ മതി. ആൻഡ് എടുത്ത് നോക്കട്ടെ. At this juncture, I don't know whether to let go or hold on to you. That's great. Conviction of the apex court referred yesterday was a dignity of nation that the dignity gives its women. It's women. അവിടെ അപ്പസ്ട്രോഫി വേണ്ട ശരത്തെ, അപ്പസ്ട്രോഫി ഇല്ല, അതിൻ്റെ വിമൻ, അതിൻ്റെ വിമൻ. അപ്പസ്ട്രോഫി ഇടുന്ന എന്തിനാ? ഇറ്റ് ഈസ് ഇൻ എ ഷോർട്ട് ഫോം, ഇറ്റ് വാസ് ഇൻ എ ഷോർട്ട് ഫോം, ഇറ്റ് ഹാസ് ഇൻ എ ഷോർട്ട് ഫോം. At a juncture of your life, you should take a bold decision. Yes, the whooping victory of Kerala Blasters in the opening match of ISL was a visual treat for the fans. He was convicted for the murder. Yes, pertinent decision will become a juncture in our life. Yes, audience was whooping and clapping. Yes, it is pertinent to note that the revelations made by Shamas to enhance Nandisha's talent in music is appreciated by Rindu ma'am. And Aradi, it was a dreadful behavior of Aradi that impressed her. Oh, I'm not going to compromise my convictions for the sake of keeping my job. That's great. After watching horror movie, I felt dreadful. I feel dreadful even to see ഷേക്ക് ഓഫ് ബനാന ട്രീ. പണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ബനാന ട്രീ ഇല്ലേ, നമ്മുടെ വാഴയുടെ ഇത് കാണുമ്പോൾ ഞാൻ നോക്കും, എൻ്റെ അമ്മ വെള്ള സാരി, ബാക്കിനൊരു വെള്ള കളറിൽ രാത്രിയിൽ നിലാവുള്ള സമയത്ത് ബാക്കിനൊരു ഇതാ. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ വാഴത്തോട്ടത്തിൽ വാഴത്തോട്ടമല്ല, ഒന്ന് രണ്ട് വാഴയൊക്കെ ഉണ്ട്, അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കും, യൂ വെള്ള സാരി. എൻ്റെ അനുബന്ധി എന്നെ ഓർമ്മിപ്പിക്കില്ലേ പണ്ടത്തെ മണ്ടത്തരങ്ങൾ. ഗുഡ് മോർണിംഗ് ജോമി. ദ വെദർ ഫോർകാസ്റ്റ് ഇസ് അവെയർ ദാറ്റ് ദ ക്ലൈമറ്റ് ഈസ് dreadful for the next 3 days. Kerala Blasters will whoop off, okay, of the goal in today's match. Great. Corrupt politicians are whooping out common man's money. Yes. The pertinent conviction of him led to a dreadful outrage. Yes, conviction is a result of crime committed by accused. A pertinent traffic system was installed recently at the juncture to avoid dreadful accidents. Great, Mikkel. You can't escape from it as the allegations are collapsing this juncture. Is it clear to you? That's great. Question mark. The exploration of the Ilandur murder case comes out at the right juncture and is slammed in the face of blind thieves. Yes. The convict had his own, അതിന് തീസം എന്ന് അല്ലേ, അതിനൊക്കെ എന്താ പറയുക മടയത്തരം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അതാണ്. The convict had his own tactics in proving his argument through, although the court's accusation was deeply rooted with an intention of sentencing him to the prison. Great. അത് അത്യാവശ്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Circumstances made him do heinous activities. Great. You should keep your skills is pertinent in order to achieve your goals. Yes. Moving on. നമ്മുടെ SBI ക്ലാർക്കിൻ്റെയും ക്ലാസ്സുകൾ അതുപോലെ SBPയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യു നോ, ഐ ഗെസ് 30-ാം തീയതി നമ്മൾ ക്ലാർക്കിൻ്റെ ക്ലാസ് ബേസിക്സ് മുതലുള്ള കവർ ചെയ്യുന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. 2159 നമ്മുടെ കോഴ്സ് ഫീ. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ is available for you. Okay. അതുപോലെ തന്നെ SBPയുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഓറിയൻറ്റഡ് ആണ്. 2489 രൂപയാണ് കോഴ്സ് ഫീ. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാൻ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൂവിങ് ഓൺ. റെസിലിയൻറ്റ്. എന്താ റെസിലിയൻറ്റ് എന്ന് പറഞ്ഞാൽ? സ്ട്രോങ് ആണ്, ടഫ് ആണ്, ഹാർഡി, ഫ്ലെക്സിബിൾ, പ്ലയൻറ്റ് എന്നുള്ള അർത്ഥമാണ് റെസിലിയൻറ്റ്. റെസിലിയൻസ് എന്ന് പറയും നൗൺ അല്ലേ. റെസിലിയൻറ്റ് എന്ന് പറയുന്നതിൻ്റെ നൗൺ എന്താ? റെസിലിയൻസ്. മറക്കണ്ട കേട്ടോ, റെസിലിയൻസ്. ഹിസ് റെസിലിയൻസ് എന്നൊക്കെ പറയില്ല നമ്മൾ. അത് നൗൺ. ഫോർമുലേഷൻ ഇസ് റെസിലിയൻസ്, അഡ്ജക്റ്റീവ് ഇസ് റെസിലിയൻറ്റ്. അടുത്ത സ്ലാക്കൻ. സ്ലാക്കൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ലാക്കാണ് അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആണ്, വളരെ മടിയനാണെന്നുള്ള അർത്ഥത്തിൽ സ്ലോ ആണെന്ന് പറയും. അപ്പോൾ സ്ലാക്കൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ലൂസൻ, റിലീസ്, റിലാക്സ്, റെഡ്യൂസ്, ഡീസിലറേറ്റ്. ആക്സിലറേറ്റിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ, ഡീസിലറേറ്റ് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ. അടുത്ത ട്രെഡ്. ട്രെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറയും നൗണായിട്ട്. ഫുഡ് സ്റ്റെപ്പ് എന്നൊക്കെ പറയാം. അതിന് വേർബായിട്ട് വരുമ്പോൾ വാക്ക് ചെയ്യുക, സ്ട്രൈഡ് ചെയ്യുക, പേസ് ചെയ്യുക. സംഭവം നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുക, ഒരേ സാധനം തന്നെ കേട്ടോ. അടുത്ത ഫ്രോട്ട്. നേരത്തെ സീത ചോദിച്ചില്ലേ ഫ്രോട്ട്. ഫ്രോട്ടിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആൻഷ്യസ്, വറീഡ്, അല്ലെങ്കിൽ നമ്മൾ പറയും അപ്സെറ്റ് എന്ന അർത്ഥത്തിൽ പറയും. ഒന്ന് അതിൻ്റെ അതേ സാധനത്തിന് നമുക്ക് പറയാം ഫ്രോട്ട് വിത്ത് സംതിങ്. ഫ്രോട്ടിൻ്റെ കൂടെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ആൻഡ് വിത്ത് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കാണ്ട് ഫ്രോട്ട് വിത്ത് സംതിങ്. ദ റോഡ് ഇസ് അല്ലെ ലൈഫ് ഇസ് ഫ്രോട്ട് വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയാം. ഫിൽഡ് വിത്ത് എന്ന അർത്ഥത്തിലാണ്, ഫുൾ ഓഫ് എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഫ്രോട്ട് എന്ന് പറയുമ്പോൾ നിറഞ്ഞത് എന്നർത്ഥമുണ്ട്, അല്ലാതെ ആൻഷ്യസ്, അപ്സെറ്റ് എന്നർത്ഥമുണ്ട്. അപ്പോൾ ആൻഷ്യസ്, അപ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ വിത്ത് ഉപയോഗിക്കില്ലേ.
വിത്ത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു കാര്യത്തിൽ നിറഞ്ഞത് എന്ന അർത്ഥത്തിൽ വരുമ്പോഴാണ്. അടുത്ത് ഫ്രജൈൽ, അഡ്ജക്റ്റീവാണ് ഫ്രജൈൽ. കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലിംസി ആയിട്ടുള്ള, വളരെ വീക്കാണ്, ഫ്രെയിലാണ്, ബ്രേക്കബിൾ ആണ്, ബ്രിട്ടിലാണ്. ഇപ്പം പൊട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ യു ക്യാൻ സേ ഫ്രജൈൽ എന്ന് പറയാം. ഇറ്റ്സ് സോ ഫ്രജൈൽ. നമ്മൾ ഈ ഓൺലൈൻ ഡെലിവറി ഒക്കെ ചെയ്യുമ്പോഴേ ബ്രേക്കബിൾ സാധനമാണെങ്കിൽ എൻ്റെ തല്ലിട്ടിടും. ബ്രേക്കബിൾ പോലെ ഫ്രജൈൽ ഫ്രജൈൽ എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ട് വേണം. അതാണ് ഫ്രജൈൽ. ഓക്കെ, ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, Adda247 students will whoop off this SSC CGL exam 2022. യെസ്, അങ്ങനെ കാണിച്ചു തരണം. എന്നിട്ട് എന്നെ വിളിച്ച് പറയണം, മിസ്സേ കിട്ടി, മിസ്സേ കിട്ടി എന്ന് പറയണം. അപ്പോൾ ഒരു സന്തോഷം. There was a dreadful flood in 2018 which was a juncture in the life of many people. Yes, son. His convictions are sometimes turned down. His convictions are turned down അല്ല, his convictions sometimes turned down എന്ന് കൊടുക്കുക. അവിടെ വേണ്ട ഐശ്വര്യ. കാര്യം ബി ഫോമുലേഷനോട് ഒരിക്കലും നമ്മൾ V1 കൊടുക്കില്ലെന്നേ. ടേൺ V1 അല്ലേ. Nowadays, it is dreadful to watch overture of Tamil films. Okay, court justified that the appeal of the prosecutor seems to be pertinent. Yes, ma'am. Whooping ആണോ? Whooping-ന് 2 P ഉണ്ടല്ലോ. Whooping അല്ലേ, 2 P ഉണ്ട്. Yes. A school is a juncture where everyone finds their own personality. Yes. You must have the smile which showed you yesterday after having the dreadful situation of the court. Okay. പ്യൂർ റിജിൻ സാറിൻ്റെ ക്ലാസ് ഇല്ലല്ലോ. ഉണ്ട്, റിജിൻ സാറിൻ്റെ ക്ലാസ് വരുന്നേ ഉള്ളൂ. അവസാനത്തേക്ക് ഞങ്ങൾ ഇട്ടേക്കണേ. കാര്യം എന്താ വെച്ചാൽ CA നമുക്ക് ആദ്യം മെയിൻ ഇത് പഠിച്ചുവിടാം, എന്നിട്ട് ബാക്കി അത് ഇംഗ്ലീഷും റീസണിങ് ആൻഡ് മാത്തിന് കൂടുതൽ സമയം കൊടുത്തിട്ട് അവസാനത്തേക്ക്, കാരണം നമ്മൾ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോഴേക്കും മതി. അതുണ്ട് കേട്ടോ, പിന്നെ ഉണ്ട്. നീ പേടിക്കാതെ അപ്ഡേറ്റ് ചെയ്യും നമ്മളത്. പയ്യം മതിയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ധൃതി വെച്ചിടാത്ത അത്രേ ഉള്ളൂ. The central government was introduced GST അല്ല, central government introduced GST which made a dreadful news to Kerala government. അങ്ങനെ കൊടുക്കണം കേട്ടോ. അതോ the GST introduced by central government made a dreadful news അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? സംഭവം എന്തായാലും ഓർത്തോളാം, അവിടെ was introduced എന്ന് പറയില്ല കേട്ടോ. He's a resilient person. That's great. Many pertinent decisions are being taken by the governor. Great. You just slacken your tensions and keep resilient mind. That's great. There should be a juncture of everybody's life that never separate from us. Heinous and dreadful acts against females can be turned down to the great extent by rolling out an awareness camp. Anxious എന്ന് വരുമ്പോൾ ഫ്രോട്ടിൻ്റെ കൂടെ എന്താണ് ചേർക്കേണ്ടത്? ഒന്നും ചേർക്കണ്ട. ഐ എം ഫ്രോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ പറയാം ഐ എം ആൻഷ്യസ്, നന്ദീഷ ഐ എം ഫ്രോട്ട് എന്ന് പറഞ്ഞാൽ നന്ദീഷ ഞാൻ ഭയങ്കര ടെൻസ്ഡാണ് കേട്ടോ എന്നാണ് അർത്ഥം. കാര്യം മനസ്സിലായോ? അല്ലെങ്കിൽ പറയാം ഇറ്റ് വാസ് എ ഫ്രോട്ട് സിറ്റുവേഷൻ, അതൊരു ടെൻസ് സിറ്റുവേഷൻ. എൻ്റെ നന്ദീഷ നീ അറിഞ്ഞോ, അന്ന് ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ ഇറ്റ് വാസ് എ ഫ്രോട്ട് സിറ്റുവേഷൻ. കാര്യം കത്തി കാണുമായിരിക്കുമല്ലോ. ഷീസ് ഫ്രോട്ട് അബൌട്ട് അത് ആൻഷ്യസ്. യെസ്, ഹർ എക്സാം റിസൾട്ട്സ് പറയാം. വെൻ ഐ സോ ഇലന്തൂർ കേസ് ഐ വാസ് ഡ്രെഡ്ഫുൾ. ഓക്കെ, don't slack while you are on duty. That's great. The committee slackens the quality of products. Okay, oak woods are ഇല്ലില്ല, വുഡ്സ് പറയില്ല ഉമ്മ. വുഡ് എന്ന് പറയുന്നത് വിറക്. ഓക്ക് വുഡ് ഇസ് എന്ന് കൊടുക്കുള്ളൂ കേട്ടോ. നമ്മൾ വുഡ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഫോറസ്റ്റ് എന്ന അർത്ഥത്തില്ല. വുഡ്സ് ആർ ഡാർക്ക്, പ്ലേ ലവ്ലി എന്നൊക്കെ പറയില്ല സാർ. അപ്പോൾ കാട് എന്ന അർത്ഥത്തിലാണ് വുഡ്സ് പറയാം. അപ്പോൾ ഇവിടെ കൊടുക്കും ഓക്ക് വുഡ് ഇസ് റെസിലിയന്റ് ടു ടെർമൈറ്റ് അറ്റാക്സ് ഇൻ ഇറ്റ്സ് പെരിഫറി. ഇൻ ഇറ്റ്സ് അപ്പസ്ട്രോഫി ഇല്ലാത്ത ഇസ് ആണ്. ഇറ്റ്സ് അതിൻ്റെ പെരിഫറി. ഇൻ അഡീഷൻ ടു ഇറ്റ്സ് ലൂസിഡിറ്റി, വീണ്ടും അപ്പസ്ട്രോഫി ഇല്ലാത്ത ലൂസിഡിറ്റി ആണ്. ആൻഡ് ലോങ് ടേം ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്. വൈൽ മേക്കിംഗ് എ ഡിസിഷൻ ആര് മസ്റ്റ് ബി എൻഷുർ? വി മസ്റ്റ് എൻഷുർ ദാറ്റ് അല്ലേ, അല്ലെങ്കിൽ വി മസ്റ്റ് എൻഷുർ ബി അല്ല അഞ്ജു, വി മസ്റ്റ് എൻഷുർ ദാറ്റ് ദ ഡിസിഷൻ ഈസ് പെർട്ടിനന്റ് ടു എവ്രി വൺ. ഞാൻ സ്റ്റഡി പ്ലാൻ നോക്കിയപ്പോൾ കണ്ടില്ല അത്. എനിക്ക് മനസ്സിലായി. അതെ നീ പറഞ്ഞ എനിക്ക് കത്തി വിനു. യെസ്, his resilient nature helped to recover the losses. Great. It was a resilient task for him and he's trying hard to crack it. We can fraught our life with success by hard work. Great. Okay, Addi, bye-bye. Watch where you are going. You are treading on thin ice. Great. The whooping person who has done heinous talk to them. ബാക്കി സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. ദ വൂപ്പിംഗ് പേഴ്സൺ ഹാസ് ഡൺ. അവിടെ ഹൂ വേണ്ട, ഹൂ കൊടുത്ത അടുത്ത സെൻറ്റൻസിൻ്റെ ബാക്കി ക്ലോസ് വേണം. ക്ലോസ് അവിടെ കൊടുത്തിട്ടില്ലല്ലോ അഞ്ജു, അപ്പം ഇങ്ങനെ കൊടുക്കാം. ദ വൂപ്പിംഗ് പേഴ്സൺ ഹാസ് ഡൺ ഹീനസ് ടോക്ക് ടു ദം എന്ന് കൊടുക്കാം. ഷീ ട്രൈ ടു സ്ലാക്കൻ ഹിസ് റെസിലിയൻസ് ബട്ട് ഇറ്റ് ടേൺ ഔട്ട് ടു ബി എ ഫ്രജൈൽ റിലേഷൻഷിപ്പ്. ഡോണ്ട് സ്ലാക്കൻ, ഇറ്റ്സ് ടൈം ടു സ്റ്റഡി. ദാറ്റ്സ് ഗ്രേറ്റ്. ഹി ഹാസ് സ്ലാക്കൻ മൈൻഡ് സോ ദാറ്റ് ഹി ഈസ് നോട്ട് വറീഡ് ഓഫ് ദ പ്രാക്ടിക്കൽസ്. ഗ്രേറ്റ്. സ്ലാക്കൻ ആൻഡ് റെസിലിയൻ വൺ മോർ മിസ് പറയാം. സ്ലാക്കൻ എന്ന് പറഞ്ഞാൽ റിലാക്സ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ഡിസലറേറ്റ്, കുറയ്ക്കുക, ഒരു കാര്യം കുറയ്ക്കുക അല്ലെങ്കിൽ വളരെ റിലാക്സ് ആയിട്ടിരിക്കുക, അതൊക്കെയാണ് കേട്ടോ സ്ലാക്കിൻ്റെ അർത്ഥം. റെസിലിയൻ്റെ അർത്ഥം എന്താ? സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്ജക്റ്റീവാണ്. ടഫാണ്, ഫ്ലെക്സിബിൾ ആണ് എന്നൊക്കെ അർത്ഥം. ഐ വോക്ക് അപ്പ് ഫ്രോട്ട് ഡ്യൂ ടു എ ഡ്രെഡ്ഫുൾ ഡ്രീം.
The slackened behavior of Malus was taken for granted. That's usage at all. Shamas by North Indians when it comes to public employment. Yes. His resilience is doubtful at times. Great. Fraud treatment is also available in the rheumatism department. Okay. The parents are always fraught with worries until they see their children doing good in life. Yes. Wow. Doing good പറയില്ല, doing well. കേട്ടോ, ഗുഡ് എന്ന് പറയുന്നത് അവിടെ ഡൂയിങ് എന്ന വെർബിൻ്റെ കൂടെ കൊടുക്കില്ല, അജക്റ്റീവായിട്ട് ഒരു മാത്രമേ ഗുഡ് ഉപയോഗിക്കുള്ളൂ. വെല്ല് കൊടുത്തു, ഡൂയിങ് വെല്ല് കൊടുത്തോട്ടോ സീലിയൻ. അത് ഗുഡ് ആൻഡ് വെല്ലിൻ്റെ യൂസേജ് ഭയങ്കരമായിട്ട് നമ്മളെ കൺഫ്യൂഷൻ എടുപ്പിക്കുന്ന സാധനമാണ്. ഗുഡ് ഇസ് ഓൾവേസ് യൂസ് എസ് എൻ അജക്റ്റീവ്, വെല്ല് പക്ഷേ നൗൺ ആയിട്ട് അജക്റ്റീവായിട്ടും അഡ്വേർബായിട്ട് ഉപയോഗിക്കാം. വി വർ ട്രെഡിങ് ഓൺ ദാറ്റ് ഫോറസ്റ്റ് ആൻഡ് ഗോട്ട് സം മെമ്മറബിൾ സീനറീസ്. സീനറീസ് ഇല്ല ആഗ്ന, സീനറി ഉണ്ട്. സീൻസ് പറഞ്ഞോ, പക്ഷേ പ്ലൂറൽ സീനറീസ് ഇല്ല. സീനറീസ് അൺകൗണ്ടബിൾ ആണ്, സീനറി എന്നേ പറയുള്ളൂ. ദ സിറ്റുവേഷൻ do not make him depressed because he is a resilient person. Great. Whooping person means എന്താ പറയുക, ഷോക്ക് ചെയ്യുന്നത്, നമ്മളെ ഷോക്ക് ചെയ്യുന്നത്, അടിച്ച് ഇതാക്കുന്നതെന്ന് പറയുമ്പോൾ ഷോക്ക് ചെയ്യുന്നതാണ് പേഴ്സൺ. ഓക്കെ. Today's thread in the morning was fraught with bark of the stray dogs. Don't move a thread unless I order, so wait for my instructions and see. Great. She transformed her fragile and fraught mindset by trying with her yoga routine, which slackened her worries. Slackening attitude of joy helped to crack his target. Great. A fragile heart is hidden behind the tough exterior, so please cut him some slack. Great. Moving on, resurgent. ഇന്ന് കുറച്ച് അധികം ഉണ്ട് കേട്ടോ, പിടിച്ചോ, വേഗം വേഗം പോകാം. Resurgent means, resurgent എന്താ, റിസർജ് ചെയ്യുക, റിവൈവ് ചെയ്യുക അല്ലേ. അപ്പം റിവൈവ്ഡ്, റിഫ്രഷ്ഡ്, റെനസെൻറ്റ്, അതാണ് റിസർജൻ്റ് എന്ന് പറയുന്നത്, പുനരുദ്ധരിച്ചത്. ട്രജക്ടറി, കോഴ്സ്, പാത്ത്, വേ, ട്രാക്ക്, റൂട്ട് ഒക്കെ സാധനം ട്രജക്ടറി, ആ പാത്ത് അല്ലേ. അടുത്ത ക്യുമുലേറ്റീവ്, ഇൻക്രീസ് ചെയ്ത് വരുന്നത്, കൂടി വരുന്നത്, അതാണ് ക്യുമുലേറ്റീവ്. ആ ക്യുമുലേറ്റീവ്, ഇൻക്രീസിങ്, ഗ്രോവിങ് എന്നൊക്കെയാണ് ക്യുമുലേറ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ ഡിപ്രീസിയേഷൻ, വളരെ കോമൺ ആയിട്ട് ഫിനാൻസ് ആർട്ടിക്കിളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിപ്രീസിയേഷൻ. മീൻസ് റിഡക്ഷൻ, ചീപ്പനിങ്, ഡിവാലുവേഷൻ, ഡിക്ലൈൻ എന്നൊക്കെ പറയും. അടുത്ത റോയിൽ, റോയിലിയ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യുക, സ്റ്റിറപ്പ് ചെയ്യുക അല്ലേ, കുത്തി അതങ്ങ് ഇളക്കുക, കുത്തി ഇളക്കുന്നതിനെ പറയും റോയിലിയ. ഡോണ്ട് റോയിൽ ഹിം, വെറുതെ നീ അവനെ ഇളക്കല്ലേ പറയില്ല, അതാണ് ഡിസ്റ്റർബ്, സ്റ്റിറപ്പ്, അനോയ്, ഇറിറ്റേറ്റ്, എക്സാസ്പറേറ്റ്, അങ്ങനെ അറിയാലോ, നമുക്കറിയാവുന്ന വാക്കാണ് അല്ലേ. നോക്കാം. Okay, I'm fraught with some resilient thoughts. Great. Ivan vowed to the fans that his team will come back resiliently after slackened in the last month. Great. Everyone may be slackened in Sundays. Yeah. He is slackened by attending the yoga classes. Great. His personality is fraught with empathy. Great. He treaded for. Past tense കൊടുക്കുക ആനന്ദ അല്ലെങ്കിൽ ട്രെഡ്സ് പോരോ. ഹി സിംഗുലർ അല്ലേ, അപ്പോൾ വെർബ് കൊടുക്കുമ്പോൾ പ്രസന്റ് ടെൻസ് സിംഗുലർ കൊടുക്കുക അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്തോ. ഹി ട്രെഡഡ് ഫോർ ഹാഫ് ആൻ അവർ ഇൻ ദ ട്രെഡ്മിൽ. പ്ലൈൻഡ് മീൻസ് ഫ്ലെക്സിബിൾ ആണ് അഭിനയ. പ്ലൈൻഡ്, പ്ലയബിൾ എന്നൊക്കെ പറഞ്ഞു. She can't handle that because she has a fragile mind. Tread towards success is not easy. Tread towards അല്ല, step towards. Okay, അതാണ് കറക്റ്റ്. അല്ലെങ്കിൽ treading towards പറഞ്ഞു, രണ്ടും കറക്റ്റ് ആട്ടോ പ്രവി. The resilient decision taken by Kevin slackened the confidence of fraughted and fragile competitors. ഫ്രോട്ടഡ് വേണ്ട, ഫ്രോട്ട് ആൻഡ് ഫ്രജൈൽ കോമ്പറ്റീറ്റേഴ്സ് മതി. ഫ്രോട്ടഡ് വേണ്ടടാ, കാര്യം നിർമ്മിക്കൽ. ഫ്രോട്ട് എന്ന് പറയുന്നത് ആൻഷ്യസ് എന്ന അർത്ഥം, അപ്പോൾ ഫ്രോട്ടഡിൻ്റെ ആവശ്യമില്ലല്ലോ, ഫ്രോട്ട് മതി കേട്ടോ. ഫ്രോട്ട് ആൻഡ് ഫ്രജൈൽ കോമ്പറ്റീറ്റേഴ്സ്. ഇറ്റ് വാസ് എ റെസിലിയന്റ് ഡിസിഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. മൂവിങ് ഓൺ. LPUPയുടെ ക്ലാസ്സിൽ, അസിസ്റ്റൻ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ, ഈ വരുന്ന 26-ാം തീയതി. അപ്പോൾ നമുക്കറിയാലോ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ജോയിൻ ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാം. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 26-ാം തീയതി. അപ്പോൾ LPUPയുടെ ക്ലാസ്സിൽ 2240 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാനുള്ളവർ കോഡ് ഉപയോഗിക്കാം 5314. അതുപോലെ BEVCO LTയുടെയും VFയുടെയും ക്ലാസ്സിൽ ആരംഭിക്കുകയാണ് 31-ാം തീയതി. ഞാൻ പറഞ്ഞു അവസാന നിമിഷത്തേക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കേണ്ട. 2240 രൂപയാണ് കോഴ്സ് ഫീ. ജോയിൻ ചെയ്യുക, കാര്യം നമുക്ക് എന്തായാലും പഠിക്കണം, അല്ലാതെ അവസാന നിമിഷം അയ്യോ റിസൾട്ട് വന്നു ഇനിയിപ്പോൾ പഠിച്ച് കിട്ടുമോ എനിക്ക് നോക്കിയിരിക്കരുത്. ഓരോ ചാൻസും ഗ്രാബ് യുവർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മേക്ക് ഇറ്റ് യുവർ സെൽഫ് കേട്ടോ. മൂവിങ് ഓൺ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ലൂപ്പിംഗ് എന്നർത്ഥം എമേർജിങ്, അപ്പിയറിംഗ്, ഫ്ലറിഷിംഗ് എന്നൊക്കെ അർത്ഥം. അടുത്ത ഔട്ട്ലുക്ക്, വ്യൂ പോയിന്റ്, ആംഗിൾ, ഇന്റർപ്രിട്ടേഷൻ, ഒപ്പീനിയൻ എന്നൊക്കെ പറയാം, അതാണ് ഔട്ട്ലുക്ക് അല്ലെ. ഔട്ട്ലുക്ക് ടുവേർഡ്സ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം. അടുത്ത ടെൻവേഴ്സ് ആണ്. സ്ലൈറ്റ്, ഇൻസബ്സ്റ്റാൻഷ്യൽ, ഫ്ലിംസി, വീക്ക്. പറയത്തക്ക ഒന്നും ഇല്ല, ടെൻവേഴ്സ് വളരെ നേരിയതായിട്ടുള്ള. ഇൻസബ്സ്റ്റാൻഷ്യൽ പറയത്തക്ക ഇല്ല, ഫ്ലിംസി, വീക്ക്, അതൊക്കെ ടെൻവേഴ്സിൻ്റെ അർത്ഥം. അടുത്ത ഹീഡാണ്, നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. അറ്റൻഷൻ, നോട്ടീസ് എന്നൊക്കെ നമ്മൾ പറയും. ഹീഡ് അതിൻ്റെ വേർബ് ആണ്. പേ അറ്റൻഷൻ ടു സംതിങ്, ടേക്ക് നോട്ട് ഓഫ് സംതിങ് എന്നൊക്കെ പറയും, അതാണ് ഹീഡ് ചെയ്യുക കേട്ടോ. റിഫ്രെയിൻ ഫ്രം എന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ റിഫ്രെയിൻ ഫ്രം ഉണ്ട്. അബ്സ്റ്റെയിൻ ഫ്രം, ഡെസിസ്റ്റ് അല്ലേ, ഹോൾഡ് ബാക്ക്, സ്റ്റോപ്പ് വൺ സെൽഫ് ഫ്രം സംതിങ്, അതാണ് ഫിക്സഡ് പ്രിപ്പോസിഷൻ ഫ്രം ആണ്. റിഫ്രെയിൻ ഫ്രം സംതിങ് ആണ്. അടുത്ത ഡിസെൻറ്റ്, നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. DISSENT, ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസഗ്രിമെൻറ്റ്, ആർഗ്യുമെൻ്റ് ആണ്.
ഡിസ്അഗ്രി ചെയ്യുക എന്നാണ് വേർബ്. ഡിസെൻറ്റ് പറയുമ്പോൾ ഓർത്തോണം നമ്മുടെ മുമ്പിൽ അസെൻറ്റ് ഉണ്ട് അല്ലേ, അസെൻറ്റ് അതായത് കൺസെൻറ്റ്, അപ്രൂവൽ ഉണ്ട് അല്ലേ, അഗ്രി ചെയ്യുക എന്നുള്ള വേർബായിട്ട് നൗണായിട്ട് പറയും. പിന്നെ അടുത്ത അസെൻറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡിസെൻറ്റ്. ഇതെല്ലാം ഒരേ പ്രൊനൗൺസിയേഷനാണ്. കയറ്റം ഇറക്കം എന്നൊക്കെ പറയുന്നത് അത് ഓർത്തോണം, അത് വേറെ ഓർത്ത് വെച്ചോളാം. കയറുക ഇറങ്ങുക എന്നുള്ള അർത്ഥത്തിൽ. ഇതൊക്കെ ഇതിൻ്റെ നമ്മുടെ കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്നത്. ഞാൻ എപ്പോഴും പറയും കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് വരുന്നതാണ്, ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ. ഹർ ക്യുമുലേറ്റീവ് റോളിംഗ് ഓഫ് എ ബ്രദർ research the beast in him. Okay, no one can fragile her അല്ല, no fragile adjective ആണ്, weaken എന്ന് കൊടുക്കാം, fragile എന്ന് കൊടുക്കാം അല്ലേ, resilient heart കേട്ടോ ഷൈനി, adjective ആണ് fragile, അതുകൊണ്ടാണ്. എന്താണ് her face fraught with a smile after hearing a lovely comment. her face is fraught with verb എവിടെ, verb അല്ലല്ലോ fraught, her face is fraught with കേട്ടോ. while preparing balance sheet you should charge depreciation for furniture and fixtures. Okay, my cumulative scores in mock test is a hope for me. Okay, cumulative punishable is awarded. Punishment is awarded by the court in the rarest of the rare cases. അതല്ല ഉദ്ദേശിക്കുന്ന പ്രവി, punishment. Okay, even though the rocket went astray from its trajectory, scientists somehow managed to steer it back to its intended path. She either roil him or spoil him with her love. Actions of Princess Diana roiled the royal family. The government's order to slacken lockdown restrictions dreadfully increases COVID-19 cases. He always heeds to her problems. The rain in the morning refrained me from going to the shop. Great. After prolonged hours of office work, she eagerly longed for an interim with the short-term goal of attaining a research in mind. Okay. Don't refrain yourself from good opportunities. Yes. Tenuous improvement is looming in his performance. I roll my father to bring me to the beach. കൊണ്ടുപോകുക എന്നാണെങ്കിൽ ബ്രിങ് അല്ല, ഇവിടെ ടേക്ക് മീ എന്ന് പറയണം. ടേക്ക് മീ ടു ദ ബീച്ച് എന്ന് കൊടുത്തോണം കേട്ടോ, അതാ കറക്റ്റ് യൂസേജ്. കൊണ്ടുവരിക ആണെങ്കിൽ ബ്രിങ് കേട്ടോ. His outlook towards life is entirely different. The defendant in the court, you could see only the unrevealed cumulative cases in the court, but here you must have the expectations of the questions as like firing light. So don't act as smart. As smart alla, don't act as smart. Don't act smart. അത് മതി. ഓക്കെ, അത് കൊടുത്തോണം. He is one of the looming stars in film industry. Kerala should turn head towards JAIIB and heed her points. Yes. അല്ലേ, ഭൂരിഭാഗം ആവശ്യങ്ങളും സമ്മതിച്ചു എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നു, വീണ പറഞ്ഞിരുന്നു അല്ലേ. നമുക്ക് നോക്കാം. I and my parents have different outlooks which create many dissents between us. ഇന്നാൾ ഇത് തന്നെ നീ പറഞ്ഞല്ലേ വിനു, their outlook about life is totally different and it leads to a dissent between them. Great. Moving on people, നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാൻ സമയം താമസിക്കേണ്ട. ഇറ്റ്സ് ഓൾറെഡി ടൈം. തൊട്ടടുത്ത് നമ്മുടെ സെഷനുമായിട്ട് അമൽ സർ വരുന്നുണ്ട്, അപ്പോഴേക്കും ഞാൻ വേഗം നിർത്താം. നമുക്ക് പെട്ടെന്ന് വായിച്ചു വിടാം കേട്ടോ. ഗോൺ ഗേൾസ്. അപ്പോൾ ഒരുപാട് മനസ്സിലാക്കി ഒരു തംസപ്പ് എല്ലാവരും ഒന്നിട്ട്, അതുപോലെ ലൈക്ക് ഇടാൻ മറക്കേണ്ട എല്ലാവരും ഒരു ലൈക്ക് വിട്ട് തംസപ്പ് വിട്ട് നമുക്ക് വേഗം ആർട്ടിക്കിളോട്ട് പോകാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ. എന്താണ് അല്ലേ ഈ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത്? ലെറ്റ്സ് സീ എ സീറോ ടോളറൻസ് പോളിസി. ഗോൺ ഗേൾ എന്നൊരു മൂവി ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേര് ടൈറ്റിൽ കൊടുത്തേക്കുന്നതിന് ഇംഗ്ലീഷ് മൂവി വെച്ചിട്ടാണ്. ഗോൺ ഗേൾസ്. A zero tolerance approach to violence against women is the only acceptable course. Zero tolerance വേണം വിമനെതിരെയുള്ള വയലൻസ് നടത്തുന്നവർക്കെതിരെ സീറോ ടോളറൻസ് പോളിസി കൊണ്ടുവരണം. അതാണ് ആകെപ്പാടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, റിപ്പോർട്ടഡ് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ is a proverbial tip of the iceberg. It conceals more than it reveals, but what it reveals can sometimes shock the collective conscience of a nation, especially a heinous crime that plays out in broad daylight as an assault on a young woman. Last week's incident of violence in Chennai, where college student Satyapriya was decapitated as a young woman pursuing her romantically pushed her in the path of an oncoming train, did no less tug at the heartstrings of the public. The incidents of violence against women in train. നോക്കിക്കോ, ഇന്ന് ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ശരിക്കും അറിയാമല്ലോ, ട്രെയിനിനെ പറ്റി നമ്മൾ കേരളക്കാർക്ക് നന്നായിട്ട് അറിയാം അല്ലേ, കേസ് എന്താണ് ട്രെയിനിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിവേസ് നമുക്ക് നോക്കാം, നമ്മുടെ കഥയിലോട്ട് വരാം അല്ലേ. കഥ ഇൻ ദ സെൻസ് കാര്യം. റിപ്പോർട്ടഡ് വയലൻസ് ഒരുപാടുണ്ട് വിമനെതിരെ അല്ലേ. അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പ്രോവേർബ്, നമ്മുടെ പ്രോവേർബ് പോലെ ടിപ്പ് ഓഫ് ഐസ്ബർഗ്. അതായത് കാണാൻ മാത്രം കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ വലിയൊരു പ്രോബ്ലത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ ഇതുവരെ ആ വലിയ കാര്യമൊന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ പ്രോബ്ലമാണ് ഈ പറഞ്ഞ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ആയിട്ട് പറയുന്നത്. വളരെ അത് കൺസീൽ ചെയ്യണം മോർ ദാൻ ഇറ്റ് റിവീൽസ്. കാര്യം എന്ന് വെച്ചാൽ വളരെ ഷോക്കിംഗ് ആണ് ഇതിൻ്റെ നമ്മുടെ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ നേഷനെ സംബന്ധിച്ചിടത്തോളം. നമ്മളെല്ലാവരും കൂടി ചിന്തിക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി ഈ പറഞ്ഞൊരു ഹെയ്നസ് ക്രൈം കഴിഞ്ഞ ദിവസം ഹാപ്പൻ ചെയ്തു. ഇറ്റ് പ്ലേസ് ഔട്ട്. It happened
കഴിഞ്ഞ ദിവസം ഒരു ഹെയ്നസ് ക്രൈം ബ്രോഡ് ലൈറ്റ് നമ്മൾ പറയില്ലേ നട്ടപ്പാതിരാത്രിയിലല്ല നടന്നേ, പട്ടാപ്പകൽ നടന്നൊരു പരിപാടിയാണ് അസൾട്ട് ഓഫ് എ വുമൺ. എവിടെ വെച്ചാൽ? ചെന്നൈയിൽ വെച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ചിട്ട് ഒരു വയലൻസ് നടന്നു, ഒരു വയലന്റ് ഇൻസിഡന്റ് നടന്നു. എവിടെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ്, കോളേജ് സ്റ്റുഡൻ്റായ സത്യപ്രിയ എന്ന് പറഞ്ഞ പെൺകൊച്ചിനെ ഷി വാസ് ഡീക്യാപിറ്റേറ്റഡ്, തലയിറക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് തലയിറന്നേ? പുള്ളിക്കാരിയെ ഒരു യങ് മാന് പുറകെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തു, റൊമാൻറ്റിക്കലി അല്ലേ. ആൻഡ് എന്ത് ചെയ്തു, അത് പുള്ളിക്കാരി സമ്മതിച്ചപ്പോൾ അവൻ ദേഷ്യം വന്ന് അവൻ എന്ത് ചെയ്തു, അവളെ വരുന്നൊരു ട്രെയിനിലോട്ട് തള്ളിയിട്ടു, ട്രെയിൻ വരുന്ന ഇതിലോട്ട് തള്ളിയിട്ടു. ആൻഡ് ഷി വാസ് ഡീക്യാപിറ്റേറ്റഡ് അല്ലേ. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും ഞെട്ടുമല്ലോ. ഇറ്റ് വാസ് എ ടഗ് അറ്റ് ദ ഹാർട്ട് സ്ട്രിങ്സ്. ഇറ്റ്സ് റിയലി സ്റ്റിർഡ് ഓഫ് ഇമോഷൻസ്. നമ്മുടെ പബ്ലിക്കിൻ്റെ ഇമോഷൻസിനെ അങ്ങ് സ്റ്റിർ ചെയ്യുന്ന വെള്ളത്തിലായിപ്പോയി. കാര്യം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് അഗൈൻസ്റ്റ് വിമൻ ഇൻ ട്രെയിൻ ആദ്യത്തെ കാര്യമല്ല, പുതിയ സംഭവമൊന്നുമല്ല. സ്റ്റേഷൻസ് ഇൻ ചെന്നൈ മാത്രമല്ല, അപ്പോൾ നമുക്ക് തന്നെ അറിയാം ചെന്നൈയിൽ ഇത് ആദ്യമായിട്ടല്ല. സ്റ്റേഷൻസ് ഇൻ ചെന്നൈ ഫോളോയിങ് എ നിയർലി കോപ്പിക്കാറ്റ് പാറ്റേൺ ആഫ്റ്റർ സ്വാതി, എ യങ് techie was murdered in 2016 in a broad daylight by a man who was again stalking her in a railway station. In 2021, Shweta, a student college goer, was murdered near a suburban train station by a man in a troubled relationship with her. In each of these cases, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല, 2016 ഇതുപോലെ സ്വാതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ അവളൊരു ടെക്കിയാണ്, യങ് ടെക്കി ആയിരുന്നു. പുള്ളിക്കാരിയെ മർഡർ ചെയ്യപ്പെട്ടു. ഇതുപോലെ കോപ്പിക്കാറ്റ് പാറ്റേൺ, അതേ പാറ്റേണിൽ ബ്രോഡ് ഡേ ലൈറ്റിൽ. കാര്യം ഇവളെ സ്റ്റോക്ക് ചെയ്തൊരു സ്റ്റോക്കർ റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ട് ഇവളെ കൊന്നു. ഇതുപോലെ തന്നെ 2021, ഇന്നും ഇന്നലെ അല്ല, കഴിഞ്ഞ വർഷം 2021 ശ്വേത എന്ന് പറഞ്ഞൊരു പെൺകൊച്ചിനെ, ചെന്നൈയിലാണ്, ഇന്നും ഇന്നലെ നടന്നല്ല കേട്ടോ, അല്ലേ ഇന്നും ഇന്നലെ അല്ല, ചെന്നൈയിൽ ഇത് പുതിയതല്ല. ഒരു കോളേജിൽ പോകുന്നൊരു ഡേ സ്കോളർ കുട്ടി. ഷി വാസ് ഒരു സബർബൻ ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രബിൾ റിലേഷൻഷിപ്പിലുള്ള ഒരു മനുഷ്യൻ പുള്ളിക്കാരിയും കൊന്നു. ദിസ് ഇസ് ഹാപ്പനിങ്. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് കേസുകളും, ഇൻ ഈച്ച് ഓഫ് ദീസ് കേസസ് നമ്മൾ എന്താ കാണുന്നത്? ദ ഇനബിലിറ്റി ഓഫ് ദ സ്റ്റോക്കർ ടു അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഹിസ് ഓവർച്ചേഴ്സ് വർ ടേൺ ഡൗൺ ബൈ ദ ഗേൾ ഡയറക്ട്ലി ലെഡ് ടു ദ വയലൻസ്. കാരണം അവർ കൊടുത്തൊരു സിഗ്നൽ, ഞാനൊരു സിഗ്നൽ കൊടുത്തിട്ട് അവൾ എനിക്ക് തിരിച്ച് സിഗ്നൽ തന്നില്ല എന്ന് പറഞ്ഞ് അല്ലെ, ആ സൈൻ അവൾ അക്സെപ്റ്റ് ചെയ്തില്ല. അതാണ് ഓവർച്ചർ. ഇവിടെ സിഗ്നൽ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഇൻട്രൊഡക്ഷൻ അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ കൊടുത്തൊരു സൈൻ അവൾ എനിക്ക് തിരിച്ചു തരാൻ പറ്റാത്ത എന്തുകൊണ്ട് അവൾക്ക് അല്ലേ, ആ ഇൻഡിക്കേഷൻ അവൾക്ക് തിരിച്ചു തന്നാൽ എന്താ, അതിൻ്റെ ദേഷ്യത്തിൽ പുള്ളി എന്ത് ചെയ്തു, അവളെ റിജക്ട് ചെയ്തു അല്ലേ, എന്നെ റിജക്ട് ചെയ്തു. ടേൺ ഡൗൺ ബൈ ഹെർ, അവൾ എന്നെ റിജക്ട് ചെയ്തു. അവിടെയാണ് പ്രശ്നം അല്ലേ. അതാണ് ഇവരെ ഇതൊക്കെ. അതാ പറഞ്ഞു, വി ആർ നോട്ട് മാച്ചുർഡ് ഇനഫ്. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അങ്ങനെ ചിന്തിക്കണം അല്ലേ. ഡ്രോപ്പ് ഇറ്റ് വെൻ ഇറ്റ് ഇസ് അല്ലേ, ഇഫ് ഇറ്റ് ഇസ് അഫക്റ്റിംഗ് യു, ഡ്രോപ്പ് ഇറ്റ്, അത്രേ ഉള്ളൂ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് മേക്കിംഗ് യു ഹാപ്പി, കീപ് ഇറ്റ്. Earlier this month, an 8-year-old girl in Delhi was kidnapped, sexually assaulted and murdered. In September, the bodies of 2 teenage girls were found in Lakhimpur Kheri, Uttar Pradesh. Lakhimpur Kheri ഇന്നലെ നമ്മൾ തുടങ്ങിയല്ലേ, ഫാമർ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്ന സ്ഥലമില്ലേ ഉത്തർപ്രദേശിൽ. അവിടെ police said they had. അപ്പോൾ പറഞ്ഞു വരാം, ഡൽഹിയിൽ നിർഭയ കേസൊക്കെ നടന്ന് നമുക്കറിയാം അല്ലെ. ഡൽഹിയിൽ ഒരു 8 വയസ്സുള്ള പെൺകൊച്ചിനെ, 8 വയസ്സുള്ള പെൺകുട്ടി, കുഞ്ഞു മോള് 8 വയസ്സുള്ള മോളെ കിഡ്നാപ്പ് ചെയ്തേക്കാണ്. ആൻഡ് സെക്ഷലി അസോൾട്ട് ചെയ്ത് അവളെ കൊന്നു, മർഡർ ചെയ്തു കളഞ്ഞു. എന്ന് ആലോചിച്ച് നോക്കണം. സെപ്റ്റംബറിൽ 2 ടീനേജ് പെൺകുട്ടികൾ, നമ്മുടെ 10-14 വയസ്സുള്ള പെൺകുട്ടികൾ അല്ലേ, ടീനേജ് ഗേൾസിനെ ലഖിംപൂർ ഖേരിയിൽ വെച്ച് മരണപ്പെട്ട് കിടന്നു. ആൻഡ് അസോൾട്ടഡ് കേസായിട്ട് ഉത്തർപ്രദേശിൽ. ഇതൊന്നും തന്നെ തുടങ്ങിയ പരിപാടിയല്ല. ലുക്ക് അറ്റ് ദാറ്റ്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നത്, ഓ എൻ്റെ അമ്മേ, ഇന്ത്യ ഈസ് എ പ്ലേസ് ടു ലിവ്. എന്ത് നല്ല സ്ഥലം ജീവിക്കാനല്ലേ. ഇൻക്രെഡിബിൾ ഇന്ത്യ പീപ്പിൾ, ഇൻക്രെഡിബിൾ ഇന്ത്യ. ഏത് സെൻസിലെടുക്കണം നിങ്ങൾക്ക് തീരുമാനിക്കും അല്ലേ. പോലീസ് സെഡ് ദേ ഹാഡ് ബീൻ സ്ട്രാങ്കിൾ വിത്ത് എ സ്കാർഫ്. ഈ പറഞ്ഞ ടീനേജ് കുട്ടികളെ ഞെരുക്കി സ്കാർഫ് വെച്ചിട്ട് കൊന്നു കളയാണ്. ഹങ് ഫ്രം എ ട്രീ. ആ സ്കാർഫ് ഞെരുക്കി ഹങ് ഫ്രം എ ട്രീ ആഫ്റ്റർ ദേ വർ റേപ്ഡ് എന്നാ പറഞ്ഞു. ഓൺലി ഫ്യൂ കേസസ് ഹിറ്റ് ദ ഹെഡ്ലൈൻസ്. പക്ഷേ ചില കേസിൽ മാത്രമേ ഹെഡ്ലൈൻസ് വന്നുള്ളൂ, ന്യൂസ് പേപ്പർ കാണുന്നുള്ളൂ അല്ലേ. ചില പേപ്പർ മാത്രം ന്യൂസ് പേപ്പർ നമ്മൾ കാണുള്ളൂ. ആൻഡ് മേക്ക് എൻ ഇമ്പാക്ട്. അത് ചില കേസുകൾ മാത്രമാണ് മെയ്ഡ് എൻ ഇമ്പാക്ട് ഓൺ സോഷ്യൽ മീഡിയ. ചിലത് മാത്രം സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നു, ആൾക്കാർ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. Many more go unreported. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒട്ടനേകം കേസുകളുണ്ട്. ദ മാസീവ് അൺസീൻ അണ്ടർബെല്ലി ഓഫ് ദ ഐസ്ബർഗ്. നമ്മൾ ഇതൊക്കെ കണ്ടത് കുറച്ചേ ഉള്ളൂ, ഇനി കാണാൻ എന്തോരം വിട്ടുപോയ കേസുകൾ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. I hope it is clear to you. In the checkered history of handling the many forms of violence against women in India, the horrific Nirbhaya rape of 2012 is a definitive milestone. It rocked the nation with such force that lawmakers rushed to strengthen laws and put in place systems and infrastructure that were meant to ensure such dreadful incidents are never repeated. However, എന്നിരുന്നാലും, according to National Crimes Records, നോക്കിക്കേ പിള്ളേരെ, 2012 നമ്മളെല്ലാം ഞെട്ടിച്ചൊരു സംഭവമുണ്ട്. ഡൽഹിയിൽ നിർഭയ കേസ് ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും അറിയാതെ. അത് ഇന്നും ഇന്നലെ നമ്മൾ എല്ലാവരും ഞെട്ടിച്ചൊരു കേസായിരുന്നു നിർഭയ കേസ്. അവിടെ ആ കുട്ടി എന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കടന്ന് ആ ഓരോ നിമിഷവും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ
അങ്ങനെ മനസാക്ഷിനെ ഞെട്ടിച്ചൊരു കേസാണ്. ആ കേസിൽ അതൊരു ഡെഫിനറ്റീവ് മൈൽ സ്റ്റോൺ തന്നെയായിരുന്നേ. അത് ഒരുപാട് പേര് ലോ മേക്കേഴ്സ് അങ്ങനെ അതിൽ നിന്ന് ഇടപെട്ടു, അങ്ങനെ ലോസ് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ ദേ വർ ട്രൈങ് ടു പുട്ട് സിസ്റ്റത്തിനെ റെഡിയാക്കാൻ ശ്രമിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ സെറ്റാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇൻസിഡൻസിന് ഇനി ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല വേറൊരു പെൺകുട്ടിക്കും എന്നായിരുന്നു അവിടെ നോക്കിയല്ലേ. പക്ഷേ നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് പറയുന്ന അനുസരിച്ച് അതൊക്കെ ചെയ്തു കേട്ടോ. 2012 ആ കാര്യത്തിന് ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുമെങ്കിലും റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നു, നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നു, a whooping 4,28,278 lakhs ഇത്രയും ക്രൈംസ് ആണ് വിമനെതിരെ ഹാപ്പൻ ഇൻ 2021. 2021 മാത്രം നടന്ന എത്ര കേസാന്ന് നോക്കിയാൽ 4 ലക്ഷത്തിൽ പരം 4.5 ലക്ഷത്തിൽ പരം കേസുകൾ നടന്നു എന്ന് പറയുമ്പോൾ ദീസ് ഇൻക്ലൂഡഡ് റേപ്പ് ആൻഡ് മർഡർ, വെറും റേപ്പ് മാത്രം, ചിലയിടത്ത് റേപ്പ് ആൻഡ് മർഡർ നടന്നു, ചിലയിടത്ത് ഡൗറി ഹാരസ്മെന്റ്, ഇന്നു നില തുടങ്ങിയ പരിപാടിയല്ലല്ലോ, കിഡ്നാപ്പിംഗ്, ഫോഴ്സ് മാരേജ് നിർബന്ധിത വിവാഹം, ട്രാഫിക്കിംഗ് തട്ടിക്കൊണ്ട് പോൽ, കടത്തൽ അല്ലെ, കുട്ടികളെ ഇങ്ങനെ കടത്തും, ട്രാഫിക്കിംഗ് ആണ് അത് പറയാം, ഓൺലൈൻ ഹറാസ്മെന്റ്, ഇതെല്ലാം സ്ഥിര പല്ലവിയാണ് ഇവിടെ. അറ്റ് ദിസ് ജങ്ക്ചർ ഇങ്ങനൊരു പോയിന്റിൽ a decade later, 10 വർഷങ്ങൾക്ക് ശേഷം, it is pertinent, it is apt to ask if the government has rolled out all the strategies conceived of and fueled by Nirbhaya Fund. Nirbhaya Fundil കിട്ടിയ എല്ലാ സ്ട്രാറ്റജീസും ഗവൺമെന്റ് റോൾ ഔട്ട് ചെയ്തോ, ഗവൺമെന്റ് അത് ലോഞ്ച് ചെയ്തോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുന്ന 10 വർഷങ്ങൾക്ക് ശേഷം. ഓർക്കണം, 2012 നടന്ന ഈ കേസിന് ശേഷം നോക്കുക, 2012 ശേഷം നമ്മളിപ്പോൾ 2022 നിൽക്കുമ്പോൾ ഈ 10 വർഷത്തിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇസ് ഇറ്റ് ആപ്റ്റ്, സൂട്ടബിൾ ആയിട്ട് ഗവൺമെന്റ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. Speedy process of trial and resolution resulting in conviction of the accused is a causality in courts that are flooded with pending cases. നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ, നിയമത്തിന്റെ അവസ്ഥ ഇതാണ്. സ്പീഡി റിക്കവറി, സ്പീഡി റെസൊല്യൂഷൻ ഒക്കെ നടക്കുന്ന കേസല്ല. കാര്യം അസോൾട്ട് ചെയ്തപ്പെട്ട ആൾക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ അക്യൂസിനെ ശിക്ഷിക്കുന്ന കാര്യം അത്രമാത്രം പെൻഡിങ് കേസസ് ആ കോർട്ടിൽ കിടക്കുന്നത്. ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിംഗ് സേഫ് റെസിലിയന്റ് ഇൻക്ലൂസീവ് സിറ്റീസ് ഫ്രം എ ജെൻഡർ ലെൻസ്. ജെൻഡർ ലെൻസിൽ നോക്കുമ്പോൾ, ജെൻഡർ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നോക്കുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഭാഗം തന്നെയാണ് ബിൽഡിംഗ് എ സേഫ് റെസിലിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ടു ലിവ് അല്ലേ, വളരെ റെസിലിയന്റ് ആയിട്ട് ബിൽഡിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, എന്തൊരു പ്രോഗ്രാം ഒരു കൊച്ചു പറഞ്ഞു, ഉക്രൈനിലായിരുന്നു അവൾ തിരിച്ചു വന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ആ കൊച്ചിങ്ങനെ പറഞ്ഞു, ഉക്രൈൻ എങ്ങനെയുണ്ട്, ഉക്രൈൻ നല്ലൊരു സ്ഥലമാണ്, പാതിരാത്രി 2 മണിക്ക് വരെ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി നടക്കാം, ഒരാൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല, നമുക്ക് സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാം, വേറെ എന്നാ വേണം അല്ല, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അവിടെയാണ്. That's it. No slackening on the part of, not loosening. റിലീസ് ചെയ്ത് കളയത് വെറുതെ തമാശ കളിച്ച് ഓഫ് ദ പാർട്ട് ഓഫ് ദ അതോറിറ്റീസ് അക്സെപ്റ്റബിൾ പറ്റില്ല. അങ്ങനെ ഇനി സ്ലാക്കൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വെൻ ഇറ്റ് കംസ് ടു ഡീലിംഗ് വിത്ത് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ, സീറോ ടോളറൻസ് അലോൺ ഇറ്റ്സ് അക്സെപ്റ്റബിൾ. ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെച്ചോളാം. സോ ഇതാണ് ആർട്ടിക്കിൾ. സമയം ഒരുപാട് പോയി, സമയം താമസിപ്പിക്കുന്നില്ല. ഇറ്റ്സ് എൻ അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ. നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു. ആൻഡ് ഇതായിരുന്നു ഇന്നലത്തെ കേസ്, നമ്മുടെ സെന്റൻസ് ഇതായിരുന്നു. ലിസ് ട്രസ് സീംസ് ടു ഹാവ് ഗട്ടഡ് ദ ഫോർച്യൂൺസ് ഓഫ് ടോറീസ് വിത്ത് ഹർ റോങ് പ്രയോറിറ്റീസ്. കുറേ പേര് ആൻസർ തന്നു, കുറച്ച് പേര് ആൻസർ തന്നില്ല. ഞാൻ പെട്ടെന്ന് നിർത്തുവാണ്, അമൽ സാറിന് ക്ലാസ് വരുന്നുണ്ട്. സോ റോങ് പെർസ്പെക്റ്റീവ് എന്ന് നമ്മൾ പറയില്ല, പ്രയോറിറ്റീസ് എന്ന് പറയില്ല, റോങ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അഡ്ജക്റ്റീവ്സ് ആണ്. ഇൻ കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. ഒന്നെങ്കിൽ റോങ് അല്ലെങ്കിൽ റൈറ്റ്, അത്രേ ഉള്ളൂ. തെറ്റ് കൂടുതൽ തെറ്റ് എന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്, പ്രൈസ് ആൻഡ് ഗ്രോത്ത് ട്രെൻഡ്സ് നീഡ് ടു ബി വാച്ച്ഡ് ക്ലോസ്ലി ബിഫോർ റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ ചെയ്ത് വെച്ചോളാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരുപാട് വൈകി, അതുകൊണ്ടാണ് 11 മണിക്ക് ഞാൻ ബെവ്കോയുടെ ക്ലാസ്സുമായിട്ട്, ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട്, PSC ബുള്ളറ്റിൻ ക്ലാസ്സുകളായിട്ട് വരും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. ബൈ, ടേക്ക് കെയർ.